سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله. سورة الإسراء. سورة المعراج ഇല്ല, സൂറത്തുൽ മആരിജ് ഉണ്ട്. മിഅറാജിന്റെ ചരിത്രം പറഞ്ഞത് സൂറത്തുൻ നജ്മിലാണ്. ഞാൻ ആയത്തുകളാണ് ആദ്യം ഓതി വെച്ച ഭാഗം അതാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് തിരിച്ചു വരാം, സമയം അനുവദിക്കുന്നതനുസരിച്ച്. നല്ല മൈക്കും നല്ല റാഹത്തുള്ള ചൂടില്ലാത്ത കാലാവസ്ഥയാവുമ്പോൾ ഇങ്ങനെ ചിലപ്പം പറഞ്ഞു, നിങ്ങൾക്ക് നേരെ നിങ്ങൾ പോയിക്കോളിട്ടോ, ഞാൻ ആ ടൈം നിർത്തുന്നുണ്ട്. വല്ലാണ്ട് മുഷിഞ്ഞ് ഇടയ്ക്ക് കുറേ ആൾക്കാർ വാച്ച് നോക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തും. അപ്പോൾ വേഗം നിർത്തും, 5 മിനിറ്റ് കൊണ്ട് നിർത്തും. അല്ലെങ്കിൽ നമുക്ക് ആ വിഷയം ഒന്ന് പൂർത്തിയാക്കണം. ഇസ്രാ മിഅ്റാജ് എന്താണ്, എന്തുകൊണ്ട്, എങ്ങനെയാണ്, കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. സുബ്ഹാന, അല്ലാഹു പരിശുദ്ധനാണ്. ഈ ഒരൊറ്റ ആയത്ത് ശരിക്കും പഠിക്കണേ. അല്ലാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവല്ല, അല്ലാഹുവിന്റെ കഴിവ്. അല്ലാഹ് അതിലും മീതയാണ്. നിങ്ങളുടെ ഫിസിക്കൽ ഡയമെൻഷൻസോ ഫിസിക്കൽ റൂൾസോ അല്ലാഹുവിന്റെ ലോകത്ത് ബാധകമല്ല. സുബ്ഹാന, അല്ലാഹ് പരിശുദ്ധനാണ്. നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമാണ് അല്ലാഹു. സുബ്ഹാന, നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും മറികടക്കുന്ന സംവിധാനമുള്ളവനാണ് അല്ലാഹു. അതാണ് സുബ്ഹാന. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ അബ്ദായ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയിൽ അവനാണ് കൊണ്ടുപോയത്. എന്തല്ല, ഞാൻ പോയി എന്ന് തങ്ങൾ പറയല്ല. അപ്പൊ എങ്ങനെ പോയത്? നിങ്ങൾ പറയാ, എൻ്റെ 1 വയസ്സുള്ള കുട്ടീനെ പിടിച്ച് ഞാൻ ഹിമാലയം ഒരു 4 കിലോമീറ്ററിന് കയറി. എങ്ങനെയാ ഇപ്പൊ ഒരു കുട്ടി കയറുക എന്ന് ചോദിക്കോ? അത് നിങ്ങൾ എടുത്തുകൊണ്ടേതല്ലേ. പിന്നെ ചോദ്യം ഉണ്ടോ, നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്നാ നോക്കുക. നിങ്ങൾക്ക് ഊരക്കും മുട്ടിനൊന്നും കുഴപ്പമില്ലാത്ത ആളാണ്, നിങ്ങൾ കയറി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും, സത്യസന്ധനാണെങ്കിൽ. നിങ്ങളെ കുട്ടീനെടുത്ത് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ കുട്ടിയല്ലല്ലോ കയറിയത്. ആരാ കയറിയത്? നിങ്ങളല്ലേ. അല്ലാഹ് കൊണ്ടുപോയി എന്ന് പറയാ. പിന്നെന്ത് ചോദ്യം അവിടെ? അതെന്ത് ചോദ്യം അല്ലേ? എങ്ങനെ പോയി എന്ന് ചോദിക്കാം. അല്ലാഹ് കൊണ്ടുപോയി ആദ്യം പറഞ്ഞു സുബ്ഹാന. സുബ്ഹാന പറഞ്ഞാൽ, സുബ്ഹാന എന്നത് ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ റബ്ബിന്റെ അളവുകോല് വെച്ചിട്ട് വേണം അതിന്റെ ശേഷം പറയുന്ന വിഷയം മനസ്സിലാക്കാൻ. ആരുടെ അളവുകോലല്ല, അബ്ദിന്റെ അളവുകോലല്ല, അല്ലാഹുവിന്റെ അളവുകോൽ. അപ്പൊ പിന്നെ വിഷയം തീർന്നു. എങ്ങനെ പോയി? പിന്നെ അല്ലാഹ് കൊണ്ടുപോയി. അതിനൊക്കെ കഴിവുള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ടാ സുബ്ഹാന എന്ന് പറഞ്ഞു തുടങ്ങിയത്. അല്ലാഹ് കൊണ്ടുപോയി. നബി തങ്ങൾ പറഞ്ഞതല്ല, ഞാൻ പോയി എന്നല്ല പറയുന്നത്, എന്നെ അല്ലാഹു കൊണ്ടുപോയി. അസ്റാ എന്തല്ല, സറ എന്നല്ല. നബുസിരി തങ്ങൾ പറഞ്ഞു, അങ്ങ് പോയല്ലോ, അല്ലാഹ് കൊണ്ടുപോകുമ്പോ ഞങ്ങൾ പോയി, അപ്പൊ കുഴപ്പമില്ല. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി كما سر البدر في داج من الظلم. രാത്രിയിൽ കിഴക്ക് നിന്ന് അല്ലെങ്കിൽ ചന്ദ്രോദയം നടക്കുന്ന ഇടത്ത് നിന്ന് അതിന്റെ അസ്തമയ സ്ഥാനത്തേക്ക് രാത്രി സമയം കൊണ്ട് ചന്ദ്രൻ യാത്ര ചെയ്തു തീർക്കുന്ന പോലെ നബിയേ ഒരു ഹറമിൽ നിന്ന് അഖ്സാ പള്ളി എന്ന മറ്റൊരു ഹറമിലേക്ക് അങ്ങ് യാത്ര ചെയ്തല്ലോ നബിയേ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ والرسل تقديم مخدوم على خدم فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم
മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇത് ഹബീബിനെ ഓർക്കുന്ന നേരമാണ്. ഹബീബിൻ്റെ സ്ഥാനമാനങ്ങളെ ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട ആയത്താണിത്. അള്ളാഹു കൊണ്ടുപോയി അവിടുത്തെ ഹബീബിനെ ലൈലൻ, രാത്രിയിലെ ഒരൽപ്പസമയം കൊണ്ട്. എവിടെ നിന്ന്? മിനൽ മസ്ജിദിൽ ഹറാം. ഹറാം എന്ന ഇവിടെ അതിനർത്ഥം പരിശുദ്ധമായത് എന്നാണ്. ഹറാം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നിഷിദ്ധമായത്, കള്ള് ഹറാം അങ്ങനെ പറയാം, അത് നിഷിദ്ധം എന്നാ. എന്നാൽ അൽ മസ്ജിദുൽ ഹറാം എന്നാൽ പരിശുദ്ധമായ പള്ളി എന്നാണ് ആ വചനത്തിന് അവിടെ അർത്ഥം. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള പള്ളിയിൽ നിന്ന്, കഅബാലയത്തിന്റെ അരികത്ത് നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സാ, മക്കയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഒരു പള്ളിയിലേക്ക്. ഖസ്വി അഖ്സാ, ദൂരമുള്ളതിനെ ഖസ്വി എന്ന് പറയും, ഏറ്റവും ദൂരമുള്ളതിന് അൽ അഖ്സാ എന്ന് പറയും. അപ്പോൾ അൽ അഖ്സാ പള്ളിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മക്കയോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു പള്ളി അവിടെ വരാനുണ്ട്. അതും കഴിഞ്ഞ് ദൂരെയുള്ള പള്ളിയിലേക്കാണ് കൊണ്ടുപോയത്. ആ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി, പുണ്യനബി കിടക്കുന്ന മസ്ജിദുൻ നബവി. അവിടെ വരാനുണ്ട് എന്ന സൂചന അൽ അഖ്സ എന്ന പ്രയോഗത്തിലുണ്ട്. കാരണം ഖുർആൻ ഇത് പറയുന്നതിന് മുമ്പ് അഖ്സ പള്ളിക്ക് അഖ്സ എന്ന് പേരില്ല, ഖുദ്സിനെ പറയുള്ളൂ. ഈലിയ എന്നാണ് ജെറൂസലേമിന്റെ പഴയ പേര്, ഈലിയ. മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് അതൊക്കെ ചെയ്യാൻ പറ്റും. എന്തിന്? ലിനുരിയഹു, ഹബീബിനെ ഞാൻ കാണിച്ചു കൊടുക്കാൻ. ഹബീബ് അങ്ങനെ കണ്ടതല്ല, കാണാത്തതിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു. കൂട്ടത്തിൽ പറയാം, നമ്മൾ മലപ്പുറക്കാരെ നമ്മുടെ ഭാഷയിൽ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ ഓനിപ്പോ ഇതൊക്കെ വല്ല പണിയുണ്ടോ? നിങ്ങൾ ആരെ കുറിച്ചായി പറയണത് ഈ ഓൻ എന്നൊക്കെ പറയുമ്പോ? നിങ്ങളെ പണിക്കാരനെ കുറിച്ചോ? ആരാണ് അള്ളാഹു? റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയോ? ഇല്ലല്ലോ. തങ്ങളെക്കാളും മീതയല്ലേ അള്ളാഹു? അള്ളാഹിനെ കുറിച്ച് അവൻ എന്ന് പറയേണ്ടി വന്നത് നമ്മുടെ ഭാഷയിൽ വേറെ വാക്കുപയോഗിക്കാനില്ലാത്തത് കൊണ്ടാണ്. അവർ എന്ന് പറയുമ്പോൾ ഒന്നിലേറെണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. പിന്നെ അത് എന്നും പറയാൻ വയ്യ, അത് ജീവനില്ലാത്തതിനും പറയുന്ന സാധന. കല്ല് അത് എന്ന് പറയും അല്ലേ? അള്ളാഹു ഹയ്യാൻ, ജീവിച്ചിരിപ്പുള്ളവനാണ്. ഖയ്യൂമാണ്, ജീവൻ നിലനിർത്തി തരുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് വേറെ വാക്ക് പറയാനില്ല. അതുകൊണ്ട് അങ്ങ്, അവിടുന്ന് എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അള്ളാഹിനെ പറ്റി അങ്ങനെ പറയാവൂ. അല്ല ഓന് ഇജ്ജെന്ന് വിചാരിച്ച പോലെ ചെയ്തോട് പഠിച്ചോനെ. നിങ്ങൾ ആരോടായി പറയണത്? ആരെയാണ് ഈ വിളിക്കണത്? നമ്മള് ആ വാക്ക് എത്ര ഗൗരവമാണെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെ. ഓനിതൊക്കെ ഒരു വലിയ പണിയുള്ള കാര്യമാണല്ലോ. ആരെ പേരക്കുട്ടിനെ പറ്റി പറയാന്ന വിചാരം. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ എത്ര ബഹുമാനത്തിൽ പറയണം അതൊക്കെ. ഹബീബിനെ ബഹുമാനിക്കണം, അതിന്റെ മീത ബഹുമാനിക്കണം. ആരെ? ഖാലിഖായ അള്ളാഹുവിനെ. അള്ളാഹുവല്ലേ തങ്ങളെ പറഞ്ഞയച്ചത്. ആദ്യത്തെ കടപ്പാട് അള്ളാഹുവിനോടാണ്, രണ്ടാമത്തേത് ഹബീബായ തങ്ങളോടാണ്, പിന്നെ നമ്മുടെ ഉമ്മയോടാണ്, വാപ്പയോടാണ്, പിന്നെ നമ്മുടെ സുമ്മൽ അഖ്റബു ഫൽ അഖ്റബ്. അള്ളാഹുവിനെ ശരിക്ക് ബഹുമാനിച്ചിട്ടേ പറയാവൂ. അല്ലാഹു ജല്ല ജലാലു. നമ്മുടെ മനസ്സിനുള്ളിലുള്ള ബഹുമാനം എത്രയാണെന്നറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു സുബ്ഹാന നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അല്ലാഹു. കണ്ണുകൊണ്ട് ഇവിടെ കാണിച്ചു തരൂല. എന്തേ? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പുക ഇങ്ങനെ പോകുമ്പോൾ പട്ടാപ്പകല് കാണുമ്പോ ആ പുക കണ്ടാ തിരിയൂല അതിന്റെ ഉള്ളിൽ തീ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയൂ, ഓ വേങ്ങരങ്ങാടി തീ പിടിച്ചിട്ടുണ്ടായിട്ടുണ്ടോ? തീ പിടിച്ചിട്ടുണ്ട്. കക്കാട് തീ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെമ്മാട്ടങ്ങാടി തീ പിടിച്ച്. നിങ്ങൾ തീ കാണുന്നുണ്ടോ? നിങ്ങൾ ദൂരെയാ. പക്ഷെ ഒരു കറുത്ത പുക പൊന്തുന്നുണ്ട്. അപ്പൊ മനസ്സിലായി അവിടെ തീയുണ്ട്. തീ കണ്ടിട്ടാണോ പറഞ്ഞത് തീയുണ്ട് എന്ന്? ആണോ? തീ കാണേണ്ട ആവശ്യമില്ല. അതിന്റെ മദ്ലൂല് കണ്ടാൽ അതിന്റെ കാരണം മനസ്സിലാവും. ഈ ലോകവും ഞാനും നിങ്ങളും ഈ മണൽത്തരി അടക്കം എല്ലാം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്ന് കാണിച്ചു തരേണ്ട കാര്യമില്ല. സൃഷ്ടിപ്പ് കണ്ടാൽ സൃഷ്ടാവിനെ മനസ്സിലാക്കാനുള്ള തലച്ചോറ് തന്നിട്ടാ അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് അല്ലേ?
ലിനുരിയഹു, എന്റെ ഹബീബിന് കാണിച്ചു കൊടുക്കാൻ. അല്ലാഹു ജല്ല ജലാലു കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹ് കാണിച്ചു കൊടുക്കുക. മൂസ നബി റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ, നിന്റെ സംസാരം ഞാൻ കേൾക്കുന്നു റബ്ബേ, നീ എന്നോട് സംസാരിച്ചു. യാ മൂസ എന്ന് നീ എന്നെ വിളിച്ചു റബ്ബേ. വമാ തിൽക ബിയമീനിക യാ മൂസ, വാട്ട്സ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ്സ് ഓ മോസസ്. മൂസ നബിയെ, നിങ്ങളുടെ വലത്തെ കയ്യിൽ ഉള്ള ആ സാധനം എന്താണ്? ഇറ്റ് ഈസ് മൈ സ്റ്റാഫ്, ഇതെന്റെ വടിയാണ്, ഇതെന്റെ വടിയാണ്. ഹി അസായ അതവക്കഉ അലൈഹ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബ് ഉഖറ. ഞാൻ അതിൽ ചാഞ്ഞിരിക്കും, ചിലപ്പോൾ ക്ഷീണം വരുമ്പോൾ ഇങ്ങനെ കുത്തിച്ചാരി പിടിക്കും. എൻ്റെ ആടുകൾക്ക് ഞാൻ ഇല പൊഴിച്ചു കൊടുക്കും. വേറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട് റബ്ബേ. അള്ളാഹ് ചോദിച്ചത് ആകെ ഒറ്റ ചോദ്യമാണ്, എന്താ കൈ? അത് വടിയാന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ മൂസ നബി കിട്ടിയ ചാൻസിലുടെ കാര്യം പറഞ്ഞു, നിന്റെ വടിയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹ് ചോദിച്ചിട്ടില്ല. മൂസാ നബിയോട് പറഞ്ഞു, ഞാൻ ചാരി പിടിച്ചു നിൽക്കും, ഞാൻ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കും, എനിക്ക് വേറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുവിനറിയാമത് ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോവാണ്. അങ്ങനെയല്ലേ ചില ആളുകൾ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ വിളിച്ചാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ പറഞ്ഞ കുറെ നേരം വൈകി പോയല്ലേ, ഫോണ് കണക്റ്റ് ആയപ്പോൾ പറഞ്ഞു പോയതാന്ന് പറയില്ലേ. ഇഷ്ടം കൊണ്ട് അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിച്ചു. അപ്പൊ മൂസ നബി ചോദിച്ചു അള്ളാഹുവിനോട്, റബ്ബി, എന്റെ റബ്ബേ, അരിനി അരിനി അൻളുറയിലേക്ക്. അതൊരു അദബുള്ള പ്രയോഗമാണ്. അരിനി, നീ എനിക്ക് നിന്നെ കാണിച്ചു തരുമോ? എങ്ങനെ? ഞാനത് കാണട്ടെ എന്നല്ല ചോദിക്കേണ്ടത്, നീ കാണിച്ചു തന്നെങ്കിലേ നിന്റെ ഖൽഖായ എനിക്ക് ഈ സീനായുടെ താഴ്വരയിൽ വെച്ച് നിന്നെ കാണാൻ കഴിയൂ, അല്ലാതെ എനിക്ക് കാണാൻ പറ്റൂല എന്ന് എനിക്കറിയാം. മൂസ നബി റസൂലല്ലേ, പക്ഷെ നീ കാണിച്ചു തന്നാൽ എനിക്ക് കാണാലോ. അതുകൊണ്ട് അരിനി, നീ എനിക്ക് നിന്നെ കാണിച്ചു തരുമോ? അങ്ങനെയാ ചോദിച്ചത്. ഞാൻ കാണട്ടെ എന്നല്ല, നീ അല്ലാഹുവേ ജല്ല ജലാലുവേ, അങ്ങയെ എനിക്ക് കാണിച്ചു തരുമോ? എനിക്കൊന്ന് നോക്കാനാണ്. അൻദുർ ഇലൈക. പറഞ്ഞു, ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയൂല. എന്തല്ല, എന്നെ കാണപ്പെടൂല, എന്നെ ആർക്കും കാണാൻ കഴിയില്ല എന്നല്ല മറുപടി. ലൻ ഉറ എന്നായിരിക്കും അങ്ങനെ പറയാ. ഐ വിൽ നോട്ട് ബി സീൻ, എന്നെ കാണാൻ കഴിയൂല എന്നല്ല, നിങ്ങൾക്ക് എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല. അങ്ങനെ എവിടെ വെച്ച് കാണും? നാളെ ആഖിറത്തിൽ വെച്ച് കാണും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആ റബ്ബിനെ കാണാതെയാണ് 5 നേരം നമ്മൾ നിസ്കരിക്കുന്നത്. റജബ് 27 വരുന്നു, നോമ്പെടുക്കുന്നു. റമളാൻ വരുന്നു, നോമ്പെടുക്കുന്നു. സകാത്ത് കൊടുക്കുന്നു. ഹജ്ജും ഉംറയും ഖുർആനും ദിക്റും തഹജ്ജുദ് ഒക്കെ നിസ്കരിക്കണം. അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ആ റബ്ബിനെ നമുക്ക് നാളെ ഒന്ന് നേരിട്ട് കാണണം ഇൻഷാ അല്ലാഹ്. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് നമ്മോട് ആരെങ്കിലും ചോദിച്ചാൽ, ജന്നത്തു അദ്നിൻ യദ്ഖുലൂനഹാ, അള്ളാഹുവിന്റെ ജന്നത്തു അദ്നിലേക്കൊന്ന് കടക്കണം, ജന്നത്തുൽ ഫിർദൗസിലേക്ക് കടക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവർക്ക് എന്താ, ഡോക്ടർ ആവണം, പോലീസ് ആവണം, പട്ടാളാവണം, ദുനിയാവിൽ അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലേക്ക് എത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലിനുരിയഹു മിൻ ആയാതിനാ, എന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഇതുവരെ നബിതങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്റെ റസൂലിനെ ഞാൻ രാത്രിയിലെ റജബ് 27 രാവിൽ ഞാൻ എന്റെ റസൂലിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. എന്താ കേൾക്കുന്നത്? യാ റബ്ബൽ മുസ്തദ്അഫീൻ, പാവപ്പെട്ടവരുടെ രക്ഷിതാവേ എന്ന് ഖർനു സആലിബിൽ വെച്ച് നബിയെ ആ പാറക്കൂട്ടങ്ങളിൽ കയറി നിന്ന് നിങ്ങൾ വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. യാ അല്ലാഹ്, അൽ ബസീർ, അങ്ങയെ എന്താണ് ത്വായിഫുകാർ ചെയ്തതെന്നും അങ്ങയുടെ കാലിൽ നിന്ന് ചോര വന്നതും ഞാൻ കണ്ടിട്ടുണ്ട് നബിയേ. അതിനാശ്വാസമായി ഖദീജ ബീവിയും അബൂ താലിബും ലോകത്തോട് വിട പറഞ്ഞപ്പോ, ദുന്യാവിൽ ഒരു തണി അങ്ങേക്ക് നഷ്ടമായപ്പോ, അല്ലാഹു അല്ലാതെ മറ്റൊരു തണിയില്ല, മറ്റൊരു ഉടമസ്ഥനില്ല, മറ്റൊരു ആശ്രയമില്ല എന്ന്
അള്ളാന്റെ ഹബീബിനെ ഊട്ടിയുറപ്പിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു യാത്രയിലൂടെ എൻ്റെ അടുത്തേക്ക് ഇങ്ങ് പോരിൻ നബിയേ, ഞാൻ കൊണ്ടുപോകാം, നമുക്കൊരു യാത്ര പോകാം. അങ്ങനെയാണ് യാത്ര. പലപ്പോഴും ആശ്വാസമാണ് യാത്ര, ഒരു റാഹത്തുള്ള സംഗതിയാണ്. പക്ഷെ യാത്ര കഴിഞ്ഞാൽ വിശ്രമമാണ്. അപ്പോൾ എനിക്കൊക്കെ യാത്ര ഭയങ്കര പ്രയാസമായി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആലോചിക്കും, ഇപ്പോൾ ഇന്ന് പോയി നാളെ രാവിലെ ദുബൈയിലെത്തിയാൽ കുറച്ച് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ വീണ്ടും സ്കൂളിൽ പോയി, വെള്ളിയാഴ്ച ജുമ വരെ സ്കൂളെടുത്ത് ജുമയ്ക്ക് ശേഷം ഫ്ലൈറ്റിന് ഇങ്ങോട്ട് പോകുന്നു, വെള്ളിയും ശനിയും വേദ പറഞ്ഞ് ഞായറാഴ്ച രാവിലെ എത്തി, വീണ്ടും പ്രോഗ്രാം, വീണ്ടും സ്കൂള്. അങ്ങനെ ആലോചിക്കുമ്പം നിങ്ങളൊക്കെ ദുആ കൊണ്ട് ഒത്തുപോകുന്നു. ചിലപ്പോൾ വിചാരിക്കും നിർത്തിയാലോ, പറ്റുന്നില്ലല്ലോ, ആവുന്നില്ലല്ലോ, ആരോഗ്യമൊന്നും പറ്റുന്നില്ല എന്നൊക്കെ തോന്നി തുടങ്ങാറുണ്ട്. അപ്പോൾ മൈക്കിലൊക്കെ നമ്മൾ സംഘാടകരോട് പറയല, 25 കൊല്ലമായിട്ടുണ്ടാവും അത് പറയാൻ തുടങ്ങിയിട്ട്, 30 കൊല്ലത്തിന് മീതായിട്ടുണ്ടാവും. അപ്പോൾ അന്നൊക്കെ ഏത് പൊട്ടം മൈക്ക് വെച്ചിട്ട് നമ്മൾ അത് പറഞ്ഞിരുന്നു. ഇപ്പോൾ കർശനമായിട്ട് പറയല, നിങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങളുള്ള മൈക്ക് തന്നെ വേണം, അത് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ വരാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല, നമുക്ക് ഈ സൗണ്ട് തന്നെ നാളെ ചെന്നാലും പരിപാടി. മുമ്പൊന്നും അങ്ങനെ പറയാറില്ല. എന്തേ പോവുമായിരുന്നു, ആരോഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വയ്യാതാവുന്നുണ്ട്, അപ്പോൾ കുറച്ച് നിയന്ത്രണം, കുറച്ച് ചുരുക്കണം, അല്ലെങ്കിൽ എല്ലാ ആഴ്ച ഇങ്ങനെ നാട്ടിലേക്ക് വരിക, തിരിച്ചു ഒന്നും കാണാനൊന്നുമില്ലല്ലോ, ഇങ്ങനെ കയറി കുത്തിർന്ന് ഉറങ്ങാൻ തന്നെ, അല്ല എന്ത് ചെയ്യാനാ. അങ്ങനെ നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ടിട്ടൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും ഷുഗറും പ്രഷറൊക്കെ എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാത്ര ഇടയ്ക്കൊക്കെ പോയി വരികയാണെങ്കിൽ ഭയങ്കര രസമല്ല പരിപാടിയാണ്. നമ്മളിപ്പോൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പ്രയാസം. എനിക്ക് തോന്നുന്നു എൻ്റെ മോള് പ്രസവിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ്. മോൾക്കിപ്പോൾ 11 വയസ്സായി. 11 കൊല്ലം എല്ലാ ആഴ്ചയിലും ഞാൻ UAE പുറത്താണ്. അപ്പോൾ ആലോചിക്കുമ്പോൾ എത്ര കാലങ്ങൾ, അതിനിടയ്ക്ക് ചിലപ്പോൾ സൗദി പോകേണ്ടി വരും, കുവൈത്ത് പോകേണ്ടി വരും, ബഹ്റൈനിൽ പോകുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു 1-2 ഫ്ലൈറ്റ് യാത്ര നിർബന്ധമായും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു 12-11 വർഷം കൊണ്ട്. അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ് യാത്ര പോവണം എന്ന് വിശുദ്ധ ഖുർആൻ പറയാ. സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യണം. ഫൻദുറൂ മാദാ ഖലഖല്ലാഹ്, അള്ളാഹു സൃഷ്ടിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പോയി കാണണം. സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യണം, ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യണം, ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്യണം. അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന യാത്രയാണ്. പുണ്യ ഹബീബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൊണ്ടുപോയ യാത്രയാണ് ഇസ്റാ മിഅ്റാജ്. ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഹതീം എന്ന് പറയുന്ന ഹിജ്ർ ഇസ്മായിലിന്റെ അടുത്ത് പുണ്യനബി തങ്ങൾ കിടന്നുറങ്ങുമ്പോഴാണ് രാത്രിയിൽ പാതിരാ കഴിഞ്ഞ നേരത്ത് വീടിന്റെ മേൽ കൂര എടുത്തുകൊണ്ടുപോകുന്ന പോലെ ഹബീബിന് തോന്നുന്നു. പുണ്യനബിയെ വിളിച്ചുണർത്തുന്നു ജിബ്രീലു അലൈഹിസ്സലാം. കൈപിടിച്ചു കൊണ്ടുവന്ന് പരിശുദ്ധമായ സംസം കിണറിന്റെ അരികത്തിരുത്തുന്നു. ഹബീബിനോട് കടക്കാൻ പറയുന്നു. പുണ്യനബിക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയാം, ആ കരങ്ങളിൽ സുരക്ഷിതമാണെന്നും നബി തങ്ങൾക്കറിയാം. ഹബീബിന്റെ നെഞ്ച് പിളർത്തുകയാണ്, ചോരയില്ലാതെ, അടയാളമില്ലാതെ. ഇന്ന് ലേസർ കട്ടിങ്, ലേസർ ഇപ്പോൾ നമ്മൾ ക്യാൻസർ രോഗികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ട്രീറ്റ്മെന്റും കീമോ ഇതൊക്കെ ഒരു തരത്തിൽ മേലെ നമ്മൾക്കൊന്നും അതിൻ്റെ അടയാളം കാണാൻ കഴിയില്ല, ഉള്ളിൽ അത് കരിഞ്ഞിട്ടുണ്ടാവും. ലേസർ ട്രീറ്റ്മെന്റുകളൊക്കെ നമുക്ക് സുലഭമാണ്. അമ്പിയാക്കന്മാർക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്തു കൊടുക്കുന്ന ട്രീറ്റ്മെന്റാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒരു ചോരയുടെ അഥറും ഒരു തൊലിയുടെ ഒരു തുന്നലിന്റെ അടയാളവും ഒന്നുമില്ലാതെ ആ പരിശുദ്ധമായ ഹൃദയമാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകേണ്ടത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ ഒരു ഹൃദയവുമായി വന്നവരല്ലാതെ നാളെ രക്ഷപ്പെടുകയില്ല. പുണ്യ ഹബീബിന്റെ ഹൃദയം എത്ര സ്ഫുടമാണ്, എത്ര മനോഹരമാണ്. ഒരു ദുഷിച്ചതൊന്നുമില്ലാത്ത ആ കൽബ് പോലും കഴുകി ശുദ്ധിയാക്കി ഈമാനും ഹിക്മത്തും നിറച്ചുകൊടുത്ത് തൽസ്ഥാനത്ത് സ്ഥാപിച്ചുകൊണ്ടാണ് ഹബീബിനെ അള്ളാഹു കൊണ്ടുപോകുന്നത് ബുറാഖ് എന്ന വാഹനത്തിൽ. അത് സ്വർഗീയ വാഹനമാണ്, അത് സ്വർഗീയ കുതിരയെ പോലെ തോന്നിപ്പിക്കുന്ന വാഹനമാണ്. അത് അമ്പിയാക്കന്മാർ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്, പല നബിയും. എന്നാൽ ഹബീബിന് കൊണ്ടുവന്ന പോലെ അലങ്കരിച്ച രീതിയിൽ ഒരു നബിക്കും അലങ്കരിച്ചിട്ടില്ല. അങ്ങനെ അലങ്കൃതമായ ഒരു വാഹനം ബുറാഖ്.
ബർക്ക് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നാണ്. ബർക്ക് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നാണ്. ഇടിമിന്നൽ പോലെ അതിശക്തമായ സ്പീഡിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനവുമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട്? ആദ്യത്തെ യാത്ര ഭൂമിയിലാണ്. ആ യാത്രയാണ് ഇസ്റാ എന്ന് പറയുന്നത്. കഅബാലയം എന്നത് ഭൂമിയുടെ മധ്യമാണ്, അല്ലെങ്കിൽ നഗരങ്ങളുടെ ഉമ്മയാണ്, ഉമ്മുൽ ഖുറയാണ് മക്ക. ആ മക്കയുടെ കേന്ദ്രബിന്ദുവാണ്. അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ആദ്യമായി അള്ളാഹുവിന്റെ നബിയായ ആദം നബിയും മലക്കുകളും ഉണ്ടാക്കിയ, പിന്നീട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പുനരുദ്ധാരണം ചെയ്ത ആദ്യത്തെ മസ്ജിദിൽ നിന്നാണ് യാത്രയുടെ ആരംഭം. ഇനി പോകുന്നത് സ്പേസിലേക്ക് പോകാനുള്ള ടെർമിനൽ എവിടെയാണോ ഭൂമിയിൽ അല്ലാഹു നിശ്ചയിച്ചത്, ആകാശ ലോകത്തേക്കുള്ള യാത്രക്ക് ഏറ്റവും ഉപയുക്തമായ നാട് എന്ന് സയന്റിസ്റ്റുകളിൽ പല ആളുകളും വിശ്വസിക്കുന്നത് ജെറൂസലേമാണ്. അവിടെ നിന്നാണ് ഹബീബായ നബി തങ്ങൾ ഖുബ്ബത്തുസ് സഖറ എന്ന് പറയുന്ന മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലുള്ള ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് പുണ്യനബി ആകാശത്തേക്ക് ഉയർന്നത്. ആ ഖുബ്ബത്തുസ് സഖറയുടെ ആ സ്വർണത്തിന്റെ കുബ്ബയുള്ള പള്ളിയുണ്ട്. അഖ്സ പള്ളിയുടെ ഫോട്ടോ കാണുമ്പോൾ ആ സ്വർണ്ണ കുബ്ബയല്ല മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ ഒരു കറുത്ത കുബ്ബയാണ്. ഒരു 100 മീറ്റർ ആ പള്ളി ഇവിടെയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആ ഒരു പ്ലേ ഏരിയ ആയിരിക്കും മസ്ജിദുൽ അഖ്സ. കുറച്ചും കൂടെ അങ്ങോട്ട് ആ റോഡിന്റെ അടുത്ത് എന്ന് വിചാരിക്കാം. അത്ര ദൂരമുണ്ട്. ഈ പാറയിൽ നിന്ന് അവിടെ ഹബീബിന്റെ കാലിന്റെ അടയാളമുണ്ട്. നോക്കണം, ഇബ്രാഹിം നബിന്റെ കാലിന്റെ അടയാളം മഖാം ഇബ്രാഹിമിലുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞപ്പോ പിന്നെ മുസ്ലിമീങ്ങളിലെ തന്നെ കുറച്ച് യുക്തി മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് അവിടെ ഒന്നും പിന്നെ ചിന്തിക്കാൻ വയ്യ. അല്ല, പാറമ ചവിട്ടി എങ്ങനെ കാലിൽ അടയാളം വരിക? അള്ളാഹുവിനെ പിടിച്ചു വെക്കാൻ പറ്റും. പുണ്യനബിയുടെ കാലിന്റെ അടയാളമുള്ള 2 പാറക്കഷ്ണങ്ങൾ ഉഹദിന്റെ ബാക്കിലുള്ള സിലഅ മലയിൽ നിന്ന് കൊണ്ടുപോയ 2 പാറക്കഷ്ണങ്ങൾ നബിതങ്ങളുടെ കാലിന്റെ അടയാളമുള്ളത് തുർക്കിയിലെ ഇസ്തംബുൾ മ്യൂസിയത്തിലുണ്ട്. അത് കട്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. അവിടെ നമുക്ക് മദീനത്ത് നിന്ന് കൊണ്ടുപോയതാണ്. ഹബീബിന്റെ കാലിന്റെ അടയാളം പതിഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വല്ലിപ്പയായ ഇബ്രാഹിം നബിന്റെ കാലിന്റെ അടയാളം അവിടെ പതിഞ്ഞു. ഇത് അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളാണ്. അമ്പിയാക്കന്മാർക്ക് അത് സാധ്യമാണ്. ഇത് പറഞ്ഞുതരാനാ സുബ്ഹാന അള്ളാഹ് ചെയ്യിച്ച പണിയാണ്. പിന്നെ അത് എങ്ങനെയെന്ന് ചോദിക്കുന്നത് ഒരു മുസ്ലിമിന് പറ്റില്ല. എന്തേ? അള്ളാഹു ചെയ്തതാണെന്ന് ബോധ്യപ്പെട്ടാൽ സമഅൻ വ ത്വാഅതൻ ലില്ലാഹ് ഈമാനൻ ലില്ലാഹ് വൻഖിയാദൻ ലിഹുക്മി, അള്ളാഹു പറഞ്ഞതിനെ ഞങ്ങൾ സ്വീകരിച്ചു റബ്ബേ, ഇതാണ് വിശ്വാസി. അല്ലേ? ഹബീബായ നബി തങ്ങൾ അതിശക്തമായ ഒരു ദീർഘമായ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു വേഗതയിൽ ബുറാഖിന്റെ മീതെ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി അല്ലാഹു തആല. അന്നവര് 40 ദിവസമെടുത്ത യാത്രയാണ്. ആ യാത്ര രാത്രിയിലെ 1 മണിക്കൂർ സമയത്തിനകം ഏകദേശം. അത് ഭൂമിയിൽ സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ട് നടന്നത് പിന്നെ ബോധ്യപ്പെടാൻ തെളിവ് വേണ്ട. അതുകൊണ്ട് ഇസ്രാ അല്ലാഹു വ്യക്തമായി പറഞ്ഞു, മിഅ്റാജ് വ്യംഗ്യമായി പറഞ്ഞു സൂറത്തുൻ നജ്മിൽ. കാരണം ഭൂമിയിൽ നിങ്ങൾക്കറിയുന്ന ഈ ദൂരം എന്റെ റസൂല് പോയി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ഞാൻ ഹബീബിനെ കൊണ്ടുപോയി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ടാണ് നജ്മിൽ മിഅ്റാജിന്റെ കഥ അല്ലാഹു പല അർത്ഥങ്ങളുള്ള ആയത്തുകളായി അല്ലാഹു കൊണ്ടുവരാൻ കാരണം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള യാത്രയാണത്. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോൾ ജെറൂസലേമിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, മദീനയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ്. മദീനയിലൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഹബീബിന്റെ വഫാത്ത് നടക്കുന്ന ഇടവും ഹബീബിന്റെ ഖബർ ഷരീഫ് വരുന്ന സ്ഥലവും അവിടെയാണ്. അവിടെ ഒന്ന് ഹാൾട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അടുത്ത സ്റ്റോപ്പ് ജെറൂസലേമാണ്. എന്തേ കാരണം എന്നറിയോ? അത് ഈസ നബിയുടെ ജന്മനാടാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ജെറൂസലേമിൽ ടച്ച് ചെയ്തു. എന്നിട്ട് പിന്നെ പോയി നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ അരികത്തുകൂടെ. അവിടുന്ന് പറഞ്ഞു, എന്റെ സഹോദരനും പ്രവാചകനുമായ മൂസ ബിനു ഇമ്രാൻ അലൈഹിസ്സലാം, റഅയ്തു മൂസ യുസല്ലി ഫീ ഖബരിഹി. ഖബറിൽ ആരും നിസ്കരിക്കേണ്ടതില്ല, പക്ഷേ അമ്പിയാക്കന്മാർക്ക് നിസ്കാരമുണ്ട്.
മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സ്വഹാബികളെ, നിങ്ങളെങ്ങാനും എൻ്റെ കൂടെ വന്നിരുന്നുവെങ്കിൽ മൂസ നബിയുടെ ഖബർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. ഇൻദൽ കസീബിൽ അഹ്മർ, ആ ചമന്ന കുന്നിന്റെ താഴ്വരയിൽ ഞാൻ അത് കണ്ടു. മൂസ നബി അലൈഹിസ്സലാം ജെറൂസലേമിന്റെ പുറത്താണ് മൂസ നബിയുടെ ഖബർ ഉള്ളത്. ബൈത്തുൽ മുഖദ്ദസിന്റെ പുറത്താണ്, തൊട്ടടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല, ഒരു 12-15 കിലോമീറ്ററിനകം. അതും കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ അഖ്സയിൽ വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക, മദീന, ജെറൂസലേം, മൂസ നബിയുടെ ഖബർ, ബൈത്തുൽ മഖ്ദിസ്. 5 സ്റ്റോപ്പുകളാണ്, 5 പോയിന്റുകളാണ്. മക്ക, മദീന, ജെറൂസലേം, ഖബർ മൂസ, ബൈത്തുൽ മഖ്ദിസ്. അവിടെ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും സുബ്ഹാനയായ പടച്ചവൻ. അപ്പൊ എങ്ങനെയാണ് ചിന്തിക്കണ്ട, അത് അല്ലാഹുവിന് കഴിവുള്ളതാണ്. റൂഹൂതി കൊടുക്കുകയും അവരെ ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുവന്ന് നിർത്തുകയും ഹബീബാ നബി തങ്ങൾ അവർക്ക് ഇമാമായി നിസ്കരിക്കുകയും ചെയ്തു 2 റക്അത്ത്. നബി തങ്ങൾക്ക് നിസ്കാരം അപ്പോഴുണ്ട്. നമ്മൾ വിചാരിക്കും ഫർള് കിട്ടുന്നത് ഇപ്പൊ മേറാജിനല്ലേ, ഇപ്പൊ തങ്ങൾ എങ്ങനെ നിസ്കരിക്കാൻ? തങ്ങൾ മക്കയിൽ നിസ്കരിക്കുന്നുണ്ട്. സ്വലാത്തു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിസ്കാരം, ഇബ്രാഹിം നബിയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു അറിയോ? റക്അത്താനി 2 റക്അത്തുകൾ, സ്വബാഹിൽ രാവിലെ 2 റക്അത്തും വൈകുന്നേരം 2 റക്അത്തും. അതാണ് ഇബ്രാഹിം നബിയുടെ നിസ്കാരം. ആ നിസ്കാരം നബി തങ്ങൾ മക്കയിൽ തന്നെ നിസ്കരിക്കാറുണ്ട്. ഹബീബാ നബി തങ്ങൾ നിസ്കരിച്ചത് 2 റക്അത്ത് തന്നെയാണ് മസ്ജിദുൽ അഖ്സയിലും. അത് ഹബീബ് നിസ്കരിച്ചിരുന്ന നിസ്കാരമാണ്. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന എല്ലാ ശരീഅത്തിന്റെയും ഖാതിമുർ റസൂലാണ്, അവരുടെയൊക്കെ നേതാവാണ്, അവർക്ക് മുമ്പിൽ നിൽക്കേണ്ട ആളാണ് നബി തങ്ങളെന്ന് ഹബീബിന്റെ ഇമാമത്ത്. ഹബീബ് ഇമാമാൻ, ബാക്കിയെല്ലാ അമ്പിയാക്കന്മാരും മഅ്മൂമാണെന്ന് പറയാനും മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥാനമേറിയ അള്ളാഹുവിന്റെ ഒരു ശഈറത്തും മിൻ ശആഇരില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ അടയാളമാണ് എന്ന് പ്രഖ്യാപിക്കലുമാണ് അഖ്സയിൽ നബിയെ കൊണ്ടുവന്നതിന്റെ താല്പര്യങ്ങളിൽ ചിലത്. അത് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു 2 പാനീയങ്ങൾ. ഒന്ന് പാല്, മറ്റൊന്ന് വൈന്, കള്ളായിരുന്നു. ഹബീബ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഇഖ്തർ, ചൂസ് വാട്ട് യു വാണ്ട്, അങ്ങേക്ക് വേണ്ടത് നബിയെ തിരഞ്ഞെടുത്തോളൂ. തങ്ങൾ പാലെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, നബിയെ വേണമെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തു ചെയ്യാം, തരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ, എന്തും കുടിക്കാലോ എന്ന് ചിന്തിക്കാം. പക്ഷേ നബി തങ്ങൾ ഫിത്റത്ത് നോക്കി. അള്ളാഹുവിന്റെ റസൂലേ, മനുഷ്യരുടെ പ്രകൃതങ്ങളിൽ ഏറ്റവും ശുദ്ധമായ പ്രകൃതമാണ് അങ്ങ് തെരഞ്ഞെടുത്തത്. പാലാണല്ലോ തെരഞ്ഞെടുത്തത്. വൈൻ എന്താ സംഭവം? മുന്തിരിച്ചാറ് മനുഷ്യൻ ചില പ്രോസസ്സ് ചെയ്ത് മത്ത് പിടിപ്പിക്കുന്നതാക്കി മാറ്റിയതാണ്. പാല് ഒന്നും ചെയ്യാതെ അള്ളാഹു തന്ന പാനീയമാണ്, അതിലൊന്നും ചെയ്തിട്ടില്ല, അത് തങ്ങളെടുത്തു. നോക്കണം, മുന്തിരിക്ക് കുഴപ്പമുണ്ടോ? ഇല്ല. മുന്തിരിയുടെ ജ്യൂസിന് കുഴപ്പമുണ്ടോ? ഇല്ല. അത് പിന്നെ കള്ളാക്കി മാറ്റാൻ ഭൂമിന്റെ അടിയിലോ അല്ലാതെയോ ഫാക്ടറിയിലോ അതിനെ മദ്യമാക്കി മാറ്റുമ്പോൾ മനുഷ്യന്റെ കൈകടത്തലുകൾ അവിടെ വന്നു. അതുകൊണ്ട് അത് നിഷിദ്ധമായി, മുസ്കിറായി മാറിയപ്പോ. وَمِنْ ثَمَرَاتِ النَّخِيلِ وَالْأَعْنَابِ وَمِنْ ثَمَرَاتِ النَّخِيلِ وَالْأَعْنَابِ تَتَّخِذُونَ مِنْهُ رِزْقًا سَكَرًا وَرِزْقًا حَسَنًا. ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്നതും നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, മത്ത് പിടിപ്പിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഈത്തപ്പഴം കൊണ്ട് നിങ്ങൾ അച്ചാറിടുന്നുണ്ട്, ഈത്തപ്പഴത്തിന്റെ ജ്യൂസ് കുടിക്കുന്നുണ്ട് ഒക്കെ. പക്ഷേ അതിൽ കുറച്ച് വെള്ളം, കുറച്ച് മരുന്നൊക്കെ ചേർത്ത് കള്ളു ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അള്ളാഹു സൂചിപ്പിച്ചു, അത് വേണ്ട. സക്കർ ഹസനല്ല, റിസ്ഖ് ഹസന, അത് നിങ്ങളുടെ ഭക്ഷണമാണ്. മനുഷ്യന്റെ കൈകടത്തലുകളില്ലാതെ ശുദ്ധമായ പ്രകൃതമായി അള്ളാഹു തരുന്നതിൽ നിന്ന് നബിയെ അങ്ങ് സ്വീകരിച്ചല്ലോ, ഏറ്റവും നല്ല തീരുമാനം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആദ്യത്തെ സെലക്ഷൻ, ചോയ്സ് അവിടുന്ന് മനോഹരമായിരുന്നു.
ആകാശലോകത്തേക്ക് അവിടുന്ന് പോയ യാത്രയാണ് മിഅ്റാജ്. അറജ തഅറുജുൽ മലായികതു വറൂഹ്. ആകാശലോകത്തേക്ക് മനുഷ്യൻ കുത്തനെ പോകുമ്പോൾ 2 പദപ്രയോഗങ്ങളുണ്ട് അറബിയിൽ. ഒന്നുകിൽ സ്വഇദ, ലിഫ്റ്റിന്റെ ഒക്കെ മുമ്പിൽ അറബിയിൽ മിസ്അദ് എഴുതിയിട്ടുണ്ട്. മക്കത്തൊക്കെ പോകുമ്പോൾ കാണൂലേ മിസ്അദ്. ലാ തസ്തഖ്ദിമിൽ മിസ്അദ് ഫി ഹാലത്തിൽ ഹരീഖ്. തീപിടുത്തുണ്ടാവുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കരുത്, കോണിപ്പടിമ കൂടെ ഇറങ്ങി ഓടണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ശ്രദ്ധിക്കൂല. അവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാ ലിഫ്റ്റിൻ്റെ അടുത്തും ഉണ്ടാവും അത്. അതിൻ്റെ വിറ്റെന്താ വെച്ചാൽ തീപിടുത്തുണ്ടായ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയും പോകല്, അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം, ഫയർ സിസ്റ്റങ്ങൾ അങ്ങനെയാണ്. എന്നാലും എഴുതി വെക്കും, ഇനി ലിഫ്റ്റിൻ്റെ ഉള്ള കാര്യം നോക്കണ്ട, കോണിപ്പടിമ കൂടെ ഓടിയാൽ മതി. 100, 150 എന്താ പറയുക 50 നിലകളുള്ള കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങിയാൽ പിറ്റേന്നല്ലേ താഴ്ത്താൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് കുത്തിമറിഞ്ഞ് വീഴൂലേ. അതൊക്കെ ഒരു വർത്താനം എന്നാ പറയാ. ഫ്ലൈറ്റിലൊക്കെ ഞാൻ വന്നത് എക്സ്പ്രസ്സിനാ. റബ്ബേ, ഇങ്ങനെ പെയിന്റ് പോയി പൊട്ടിപ്പൊളിഞ്ഞൊരു വാഹനം. ഞാൻ ആലോചിക്കും പൈലറ്റുമാർ എന്ത് ധൈര്യത്തിൽ അതിലൊക്കെ കയറിയിരിക്കണത്. നമ്മൾ പിന്നെ കുടുങ്ങിയിട്ട് ടിക്കറ്റ് എടുത്ത് പോവാ. അവർക്ക് വേറെ ജോലി നോക്കി പോയിക്കൂടെ. ഈ പഴയ ഫ്ലൈറ്റും കൊണ്ടിട്ട് അവര്. അപ്പോൾ അവർ പറഞ്ഞുതരും, അഥവാ വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ജാക്കറ്റ്, ലൈഫ് ജാക്കറ്റ് സീറ്റിൻ്റെ അടിയിലുണ്ട് കേട്ടോ, അതിങ്ങനെ ഇടുക, ബെൽറ്റ് കൊണ്ട് ഇതാക്കി പോവുക. ഡോറ് തുറന്നു വരുമ്പോൾ അവിടെ നിന്നിട്ട് വീർപ്പിച്ചാൽ മതി. അതിൻ്റെ മുമ്പിൽ വീർപ്പിച്ച ആൾക്കാർക്ക് നിൽക്കാൻ പറ്റൂല ഉള്ളിൽ. അതുകൊണ്ട് ഡോറിൻ്റെ അടുത്ത് വരുമ്പോൾ ഊതുക, അവിടെ വിസിലുണ്ട്, ആ വെള്ളത്തിൽ പോയി ഇങ്ങനെ മുങ്ങി നിന്നാൽ മതി, താഴൂല. അഥവാ ഫ്ലൈറ്റ് ഇൻ എമർജൻസി ലാൻഡിങ്, ഇഫ് യു ഹാവ് ടു ലാൻഡ് ഓൺ വാട്ടർ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാനൊരു പൈലറ്റിനോട് ചോദിച്ചു, അല്ലെങ്കിൽ എന്തെങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ ഒരു ഫ്ലൈറ്റും ക്രാഷ് ലാൻഡിങ് എന്നല്ലാതെ വെള്ളത്തിൽ പോയി ലാൻഡ് ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. അത് ആൾക്കാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാം. എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് പോയപ്പോഴേ ഓർമ്മയുണ്ടത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ടയറ് താഴ്ന്നില്ല. അപ്പോൾ റൺവേയിൽ ഇറങ്ങാൻ പറ്റൂലല്ലോ. എമർജൻസി ലാൻഡിങ് ആയി, എല്ലാ ഒരുക്കങ്ങളും ആംബുലൻസൊക്കെ വെച്ച് ദുബായ് എയർപോർട്ടിൽ ആ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. നമ്മളെ മലയാളികളോടൊക്കെ പറയാറുണ്ട്, എന്ത് ഇറങ്ങുമ്പോൾ എമർജൻസി ലാൻഡിങ്ങിൽ ഒരു പെട്ടിങ് താവ് എടുക്കരുത്, വേഗം തടി കഴിച്ചിലാക്കുക വേണ്ടത്. അതിന് ഇറങ്ങിപ്പോകുന്ന തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഫ്ലൈറ്റാണ്. കുറേ മനുഷ്യന്മാർ പെട്ടിയെടുത്തിട്ട് ഇറങ്ങിപ്പോരുന്നത്. എന്നാലും എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തു. പക്ഷേ ഫയർ ഫൈറ്റർ, തീ അണക്കാൻ വന്ന ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ പുകയിൽപ്പെട്ട് മരിച്ചു. ആ ഫ്ലൈറ്റ് കത്തുകയും ചെയ്തു. ഞാൻ അറിയുന്നൊരു പൈലറ്റിനോട് ചോദിച്ചിരുന്നു, ആകെ 1 കിലോമീറ്ററുള്ള വെള്ളത്തിലേക്ക്. ഗൾഫിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആഴൊന്നുമില്ലല്ലോ. നേരെ ദുബായ് പോർട്ടും ദുബായ് എയർപോർട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവില്ല. ദേരയിലെ ആ ഹയാത്ത് റീജൻസിൻ്റെ അപ്പുറത്ത് വെള്ളത്ത് കൊണ്ട് ഇറക്കിയാൽ പോരെ. അപ്പോൾ പറഞ്ഞു, രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, ചിലപ്പോൾ അങ്ങ് മുങ്ങിപ്പോവും. അപ്പോൾ പിന്നെ എന്തിനാ നിങ്ങൾ ഈ പറയണത്? ആൾക്കാർക്കൊരു സമാധാനത്തിന് പറഞ്ഞു കൊടുക്കാനാണ്. ഇതും കേട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കൂലേ. ഇത് തപ്പിയൊക്കെ ചിലപ്പോൾ ആ സാധനം തന്നെ അടിയിലുണ്ടാവില്ല സീറ്റിൻ്റെ. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറയണം, എവിടുന്നാ നമ്മൾ അങ്ങോട്ട് എത്തിയത്? ഇസ്രാ മിഅ്റാജിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഉണർന്നല്ലോ പഠിച്ചോനെ. നേരെ ഇരിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ അത് പറഞ്ഞത്? ഉത്തരണ്ടോ? ആരോ പറയണ്ടല്ലോ. കുറെ ചോദിക്കാൻ സമയമൊന്നുമില്ല, നമ്മൾ പോവാ അല്ലേ? എന്നാലും കണക്ഷൻ കിട്ടുന്നില്ല. ഉറക്കൊഴിഞ്ഞിട്ടാ തോന്നുന്നുണ്ട്. ഇന്നലെ ആ 2-2.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഉറക്കൊഴിഞ്ഞാൽ മെമ്മറിക്ക് പ്രശ്നം വരും. അപ്പോൾ എന്തിനാ പറഞ്ഞതെന്ന് ഓർമ്മട്ടില്ല. ഫ്ലൈറ്റിന് കയറി പോകുന്നത് പറഞ്ഞതായിരുന്നു അല്ലേ? എക്സ്പ്രസ്സിൽ പോകുന്ന കഥ പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്തിനാ പറഞ്ഞത്? പോട്ടെ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഹബീബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പേസ്, ആകാശ ലോകത്തേക്ക് പോകുന്ന ഒരു എയർപോർട്ട് എന്ന് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ ദ ഡോർവേ ടു ദ സ്പേസ് ആണ് ജെറൂസലേം. പരിശുദ്ധമായ അഖ്സാ പള്ളി നിൽക്കുന്ന സ്ഥലം ജെറൂസലേം. അങ്ങനെയാണ്. അവിടെ നിന്നാണ് ഹബീബിനെ കൊണ്ടുപോകുന്നത് 7 ആകാശങ്ങളും കടന്നപ്പുറത്തേക്കുള്ള യാത്ര. ആകാശലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് പറയാൻ നമ്മൾ ലിഫ്റ്റിന്റെ കഥ പറഞ്ഞു അല്ലേ? മേലോട്ട് പോകുക എന്നതിന് സ്വഇദ എന്നും അറജ എന്നും പറയും, മേലോട്ട് പോകുന്നതിന്. അപ്പൊ മിസ്അദിനെ പറ്റി പറഞ്ഞു.
ലിഫ്റ്റിന് മിസ്അദ് നേരെ പൊങ്ങണ സാധനത്തിന് മിസ്അദ് എന്ന് പറയാ. മിഅ്റാജ് എന്ന് പറയാ അറജ ഫിസ് സമാഇ അല്ലെങ്കിൽ അറജ ഫിൽ ജൗവി എന്നൊക്കെ പറഞ്ഞാൽ മേലോട്ട് പോയി, പക്ഷേ മുൻഹനിയൻ തിരിഞ്ഞും മറിഞ്ഞും സിഗ്സാഗ് ആയിട്ട് പോകുന്നതിനാണ് അറജ എന്ന് പറയുള്ളൂ. നേരെ കുത്തനെ പോകുന്നതിന് സഇദ എന്നാണ് പറയാ, മിസ്അദ്. ഇദാ സഇദൽ ഖതീബു അലൽ മിമ്പർ ഫലാ യതകല്ലമന്ന അഹദ്. അല്ലേ, ഇമാം മിമ്പറിൽ കയറുമ്പോൾ ആരും പിന്നെ വർത്താനം പറയരുത്. ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ നോക്കാൻ പാടില്ല, ജുമുഅന്റെ കൂലി അങ്ങ് നഷ്ടപ്പെടും. അങ്ങനെയാണ്. മസ്സൽ ഹസ്വ ഫഖദ് ലഗാ. അപ്പൊ നമ്മൾ സഈദ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ലിഫ്റ്റിന്റെ കഥ പറഞ്ഞ് തീ പിടിക്കണ കഥ, അപ്പൊ ഫ്ലൈറ്റിന്റെ കഥ പറഞ്ഞതായിരുന്നു. ലാൻഡ് ചെയ്തിട്ട് നേരത്തെ ഇട്ടിട്ടുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല, ഒരു ഇടാൻ അവസരമൊന്നും തരലുണ്ടാവില്ല എന്ന് പറയാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം. പലരും ഉംറക്ക് പോകാൻ പൂതിക്കണമെന്ന് ഫ്ലൈറ്റ് കയറാൻ പൂതിയായിട്ടാ. അങ്ങനെ ഉണ്ട് കുറെ ഓർക്ക് ഉംറന്റെ കഥയൊന്നും ഫ്ലൈറ്റ് കയറിയൊന്നും ഇത്ര കാലായി പഠിച്ചോനെ ഒരു വിമാനത്തിൽ കയറാൻ പൂതിയായിട്ട് എല്ലാവരും പറയും. അപ്പൊ പറയും കുട്ടികളെ ഉമ്മാക്കൊന്ന് ഉംറക്ക് പോകണം കേട്ടോ. ചിലതൊക്കെ അങ്ങനെയാണ്, ചിലത് ഉംറക്ക് പോകാൻ ആഗ്രഹം കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന്. ചിലപ്പോൾ അതിർപ്പുണ്ടാവുമല്ലോ അല്ലേ, കാണാത്തത് കാണാനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, ഒന്നും കുഴപ്പമൊന്നുമില്ല. നിയ്യത്ത് അള്ളാഹിന്റെ ഹറമായിരിക്കണം, ഹറമായിരിക്കണം. മിഅ്റാജ് എന്ന് പറയുന്നത് ആകാശത്തേക്കുള്ള യാത്രയിൽ വളഞ്ഞു പുളഞ്ഞു പോവുക എന്നാണ്. അത് സ്പേസിന് ഇപ്പൊ നാസയുടെ പഠനങ്ങളൊക്കെ, സ്പേസ് ക്രാഫ്റ്റുകളൊക്കെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് മേലോട്ട് കടന്നാൽ വളഞ്ഞിട്ടേ പോകാൻ കഴിയുള്ളൂ, നേരെ കുത്തനെ യാത്ര ചെയ്യാൻ കഴിയൂല എന്നാ. അത് ഈ സ്പേസിന്റെ വലിയൊരു അത്ഭുതമാണ്. ആകാശം വല്ലാത്തൊരു സംഭവമാണ്. പുണ്യനിബിതങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ രാത്രിയിൽ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. തങ്ങൾ പറയും, എനിക്ക് ദഅവത്തിന്റെ ബാധ്യതയില്ലായിരുന്നുവെങ്കിൽ ആകാശലോകത്തേക്ക് ഒരുപാട് നേരം നോക്കിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശം അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്, മലക്കൂത്തിന്റെ ലോകമാണ്, മലായിക്കത്തിന്റെ ലോകമാണ്. ഭൂമിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും ആകാശമാണ്. അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഇതിപ്പോ ഭൂമിയിൽ നിന്ന് സങ്കല്പിച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലും ആകാശം, ഇങ്ങോട്ട് നോക്കിയാലും ആകാശം, താഴേക്ക് നോക്കിയാലും നക്ഷത്രം കാണും. ഭൂമി ഉരുണ്ടിട്ടല്ലേ, എല്ലായിടത്തും മനുഷ്യന്മാരില്ലേ. അപ്പൊ എല്ലാ താഴെ മേലെന്ന് പറയാനില്ല, ഭൂമി എവിടെ നോക്കിയാലും ഭൂമി മീതെ തന്നെയാ. എന്താ കാരണം എന്നറിയോ? ആകാശം എന്നത് ഭൂമിയെ, പ്രപഞ്ചത്തെ, നക്ഷത്രങ്ങളെ മുഴുവൻ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു പന്തിന്റെ ബ്ലാഡർ പോലെ എന്ന് സങ്കല്പിക്കാം. അതാണ് ഒന്നാം ആകാശം. അത് എവിടെയാണെന്ന് ഇതുവരെ ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല. അതിനുള്ളിലാണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ളത്. യാ അല്ലാഹ്, ഹബീബിനെ കൊണ്ടുപോയി 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക്. തങ്ങൾ കണ്ടത് സത്യമായിരുന്നു. അവിടുന്ന് കണ്ട യാഥാർത്ഥ്യങ്ങൾ ഹൃദയത്തിനും നിബിതങ്ങളുടെ ബ്രെയിനിനും ബോധ്യപ്പെട്ടതു തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടത് മനസ്സിലാക്കുക എന്ന് പറയില്ലേ. അവിടെ മലയാളം എഴുതി, ഇതിന് പകരം ഇവിടെ ചൈനീസിൽ എഴുതിയാൽ ഞാൻ കാണും, ഞാൻ കണ്ടു, പക്ഷേ ഖദബൽ ഫുആദ്, എനിക്ക് മനസ്സിലാവില്ല എന്താണിത്. പക്ഷെ നമുക്ക് അറിയുന്നൊരു ഭാഷയിൽ എഴുതി, അത് നമ്മൾ കണ്ടു, നമുക്ക് ബോധിച്ചു. അതാണ് മാ ഖദബൽ ഫുആദു മാ റഅ. തങ്ങൾ കണ്ടത് തങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്, തങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു അല്ലാഹു ജല്ല ജലാലു. ഹബീബിനെ കൊണ്ടുപോവുകയാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഗൂഗിളിലൊന്നും നോക്കരുതേ, ഒരു സമ്മാനം കൊടുക്കാൻ പൂതിയായിട്ട് പറയാണ്. സൂര്യൻ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ്. സൂര്യനിൽ നിന്ന് ഒന്നും കൂടെ അപ്പുറത്ത് കടന്നാൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിന്റെ പേരെന്താണ് എന്നറിയുന്നവരൊന്ന് കൈപൊക്കിയട്ടെ. ഉണ്ടോ? വേഗം പറയണോ? പറഞ്ഞോളൂ. എന്താ? ഒന്ന് ആരും ഒരു മൊബൈലിലേക്ക് ഒരു സ്ഥലം ചെന്ന് നോക്കിയവരെന്താ പറയണെന്നുള്ള ഉത്തരം പറയുന്നുണ്ടോ? ഒരു നക്ഷത്രം കൂടെ ഉണ്ട്. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഏറ്റവും വലിയ ഏറ്റവും അടുത്തിരിക്കുന്ന സാധന സൂര്യൻ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തിരിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു നക്ഷത്രം കൂടെ ഉണ്ട്. അത് ഞാൻ ചോദിക്കൂല, ഇത് പറഞ്ഞു തന്നാൽ മതി. സൂര്യന്റെ അപ്പുറത്തുള്ള നക്ഷത്രം ഏതാ? തൊട്ടടുത്തിരിക്കുന്ന ദ സെക്കൻഡ് നിയറസ്റ്റ് സ്റ്റാർ. പറഞ്ഞു, അറിഞ്ഞോ? വെറുതെ കൈപ്പൊക്കിയതാണോ അല്ലെങ്കിൽ ചോദ്യം? നല്ല സയൻസൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ വിചാരിക്കും ഒരു തലക്കെട്ടും കെട്ടിരിക്കുമ്പോൾ ഒന്നും തിരിയില്ല. നല്ല പഠിച്ച ആൾക്കാരുണ്ട്. നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ ചിലരൊക്കെ ഒരു പൊളിറ്റിക്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അല്പം വേൾഡ് പൊളിറ്റിക്സ് ഒക്കെ ഇങ്ങനെ മണിമണിയായി പറയുന്ന, നല്ല പ്രായമുള്ള പത്രം വായിച്ചിട്ടും ന്യൂസ് നോക്കിയിട്ടൊക്കെ നല്ല അറിവുള്ള ആൾക്കാരുണ്ട്. ഏതായിരുന്നാലും ഇത്തരൊന്നും കാണുന്നില്ല. ആരും പറഞ്ഞാണെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ ഒരു സമ്മാനം തരാൻ ബുദ്ധിണ്ടായിരുന്നു കുട്ടികൾക്ക്. സെഞ്ചുറി. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു വാക്കുണ്ട്,
പ്രോക്സിമ സെഞ്ചുറി എന്നാണ് അതിൻ്റെ പേര്. എന്ന പേര് സമ്മാനം തരാം. ഏതായാലും സമ്മാനത്തിന് ഒരാളെ കിട്ടിയല്ലോ. പ്രോക്സിമ സെഞ്ചുറി എന്നാണ് അതിൻ്റെ പേര്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആൽഫ സെഞ്ചുറി ഉണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഇന്ന് ലോകം വലിയ മേന്മ കാണിക്കുന്നത് ചൊവ്വയിൽ പോയി എന്ന് പറയാനാണ്. ഇനി പറയും യുറാനസിൽ പോയി, നെപ്റ്റ്യൂണിൽ പോയി, പ്ലൂട്ടോയിൽ പോയി, ഇങ്ങനെ പലതും പറയും. പക്ഷേ പുണ്യനബിയുടെ മെഅറാജിനോളം ഖിയാമത്ത് നാൾ വരെ ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ ഒരാളും നടത്തിയതായിട്ട് പറയാൻ പോലും കഴിയാത്ത വിധം ഹബീബിന്റെ മുഅ്ജിസത്തിനെ അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അറിയായിരുന്നു അല്ലേ? കേട്ട് പരിചയമുണ്ട്. ഗൂഗിൾ നോക്കിയിട്ടില്ലല്ലോ? ഇല്ല, വെറുതെ ചോദിച്ചാട്ടോ. മുഹമ്മദ് ഫാദിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രോക്സിമ സെഞ്ചുറി എന്നാണ് ഇതിന്റെ പേര്. പ്രോക്സിമ സെഞ്ചുറി എത്രയാ ദൂരം എന്നറിയോ? ഭൂമിയിൽ നിന്ന് അതിന്റെ ദൂരം 4.2 ലൈറ്റ് ഇയേഴ്സ്, 4.2 പ്രകാശവർഷമാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ? ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 94,400 കോടി കിലോമീറ്ററാണ്. ഒരു പ്രകാശവർഷം 94,400 കോടി കിലോമീറ്റർ എന്ന് പറഞ്ഞു നോക്കി. 94,400 കോടി. അങ്ങനെ വരുമ്പോഴേ ഒരു പ്രകാശവർഷം. അങ്ങനത്തെ 4 പ്രകാശവർഷവും പ്ലസ് 2 മാസവും സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പ്രോക്സിമ സെഞ്ചുറിയുടെ ഒരു പ്രകാശം ഭൂമിയിലേക്ക് പുറപ്പെട്ടാൽ ആ പ്രകാശം ഇവിടെ എത്തുന്നത് മിനിമം 4 ലക്ഷം കോടി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായി ഭൂമിയിലേക്ക് എത്താൻ. അപ്പൊ എത്രയാ എൻ്റെ ദൂരങ്ങൾ ആലോചിച്ച് നോക്കി. ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള നക്ഷത്രത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പേരുണ്ട്, എറൻറ്റൽ എന്നാണ് ഇതിന്റെ പേര്. എറൻറ്റൽ 28 ബില്യൺ പ്രകാശവർഷങ്ങൾ അകലെയാണ്. യാ അല്ലാഹ്, 28 ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ എന്താ പിന്നെ പറയാ? 28 ബില്യൺ പ്രകാശവർഷം. ഒരു പ്രകാശവർഷം നേരത്തെ പറഞ്ഞ 94,000 സംതിങ് കോടി കൊല്ലങ്ങൾ, കോടി കിലോമീറ്ററാണ്. അങ്ങനെ വരികയാണെങ്കിൽ 28 ബില്യൺ കൊല്ലം. ബില്യൺ എന്ന് പറഞ്ഞാൽ 100 മില്യണുകൾ കൂടുമ്പോൾ ഒരു ബില്യനാണ്. മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. അങ്ങനത്തെ 110 ലക്ഷം കൂടുമ്പോൾ ഒരു ബില്യനാകും. അങ്ങനത്തെ 28 ബില്യൺ പ്രകാശവർഷങ്ങൾക്കകലെ കിടക്കുന്ന നക്ഷത്രമാണ് എറൻറ്റൽ എന്ന് പറയുന്ന സാധനം. അവിടേക്ക് ഇന്ന് നാസയും മറ്റും വിടുന്ന സ്പേസ് ഷട്ടിലുകൾ ചൊവ്വയിലേക്ക് പോകാനും ചന്ദ്രനിലേക്ക് പോകാനും ഒക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് അവിടേക്ക് എന്തായാലും നടക്കൂല. നേരത്തെ പറഞ്ഞ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് 4.2 പ്രകാശവർഷം ദൂരെയാണത്. അവിടേക്ക് എത്തണമെങ്കിൽ ഈ പോകുന്ന റോക്കറ്റിന്റെയോ സ്പേസ് ഷട്ടിലിന്റെയോ ഇന്നത്തെ സ്പീഡിൽ സൂര്യന്റെ തൊട്ടപ്പുറത്തുള്ള ഈ പ്രോക്സിമ സെഞ്ചുറി എന്ന നക്ഷത്രത്തിലേക്ക് മനുഷ്യന് എത്തണമെങ്കിൽ 6300 വർഷങ്ങൾ എടുക്കുന്നതാണ്. ഇന്നിപ്പോ ഈ ചന്ദ്രനിലേക്ക് പോകുന്ന ആ സാധനത്തിന്റെ സ്പീഡ് പോയാൽ 6400 വർഷങ്ങൾ എടുക്കും അത് അവിടെ എത്താൻ. മനുഷ്യനിപ്പോ മാക്സിമം ഒരു 150 കൊല്ലമൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. എങ്ങനെ എത്താനാ? അത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള സാധനം. പിന്നുണ്ട് ഈ 38 ബില്യൺ കൊല്ലങ്ങൾക്കപ്പുറമുള്ളത്. ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. അതാ സൂറത്തുൽ മുൽക്ക്, വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുന്യാ ബിമസാബീഹ് വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാതീൻ. ഒന്നാം ആകാശത്തെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചവനാണ് അല്ലാഹു ജല്ല ജലാലു. എല്ലാ നക്ഷത്രങ്ങളും ഇങ്ങനെ 1 ബില്യൺ നക്ഷത്രങ്ങളുള്ള താരസമൂഹത്തെയാണ് ഒരു ഗാലക്സി എന്ന് വിളിക്കുന്നത്. ഒരു ഗാലക്സി
അതിൽ മിനിമം 1 ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ടാവും. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 10 ലക്ഷം ആകുമ്പോൾ 1 മില്യനായി. 100 മില്യൺ ആകുമ്പോൾ 1 ബില്യൺ. 1 ബില്യണിലേറെ നക്ഷത്രങ്ങൾ. അതിൽ ഏറ്റവും അടുത്തുള്ള സാധനത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫുണ്ട്, നമ്മൾ കൂട്ടിയിട്ടില്ല. ഇങ്ങനെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള താര ജമാഅത്തുകളുണ്ട്, സമൂഹങ്ങള്. അതിനെയാണ് ഗാലക്സി. നമ്മൾ ഗാലക്സി ചോക്ലേറ്റ് കുട്ടിയൊക്കെ അറിയുള്ളൂ അല്ലേ? ഗാലക്സി സ്മൂത്തി. വായിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് ചില ആൾക്കാർക്ക്. നക്ഷത്ര സമൂഹത്തിന് പറയുന്ന പേരാണത്. അങ്ങനത്തെ എത്ര സമൂഹം ഉണ്ടെന്ന ലോകത്തുനിന്നോ? മോർ ദാൻ എ ബില്യൺ. 1 ബില്യണിലേറെ ഉണ്ടാവും ഒരു സമൂഹത്തിൽ തന്നെ. അങ്ങനത്തെ ബില്യൺ സമൂഹങ്ങളുണ്ട് നക്ഷത്രങ്ങൾക്ക്. ഇതൊക്കെ കിടക്കുന്നത് 1-ാം ആകാശത്തിന് താഴെയാണ്. അതല്ല വിറ്റ്. ഈ നക്ഷത്രങ്ങൾ മുഴുവൻ മനുഷ്യന് മനസ്സിലായ പ്രപഞ്ചത്തിന്റെ 6% മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി 94% മനുഷ്യന്റെ കണ്ണുകൊണ്ടോ ഒരു യന്ത്രം കൊണ്ടും കാണാൻ പറ്റാത്ത ഡാർക്ക് മാറ്ററുകളെ കൊണ്ടാണ് പടക്കപ്പെട്ടിരിക്കുന്നത്. യാ അല്ലാഹ്, ഈ പറഞ്ഞ ലോകം മുഴുവൻ ആകെ 6%. അതും കടന്നിട്ട് 1-ാം ആകാശത്തേക്ക് എത്തുള്ളൂ. അതും കഴിഞ്ഞാണ് 2, അതും കഴിഞ്ഞാണ് 3, 4, 5, 6, 7. ഹബീബിനെ കൊണ്ടുപോയപ്പോ അള്ളാഹു ദൂരത്തെ ചുരുട്ടി മടക്കി കൊടുത്തുന്ന ഏതുപോലെ പുസ്തകത്തിന്റെ ഏട് ചുരുട്ടുന്ന പോലെ അള്ളാഹുവിന് പ്രപഞ്ചത്തെ ചുരുട്ടാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെയാണെങ്കിൽ ഒരു എറുമ്പിന്റെ വിരലിന്റെ തലയിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ എറുമ്പിന് എന്റെ ഷോൾഡറിലേക്ക് എത്തണം. മൂപ്പര കുഞ്ഞിക്കാലോട് നടന്ന എത്ര സമയം എടുക്കും? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ കൊടുത്തു. പെട്ടെന്ന് ലാൻഡ് ചെയ്തു. ഈ ദൂരം മുഴുവൻ ചുരുട്ടി കൊടുത്തു പുണ്യ ഹബീബിന് വേണ്ടി. അല്ലാഹു ത്വയ്യുസ്സമാ, ഭൂമിയിലെ ദൂരം കുറച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട് അള്ളാഹുവിന്. അള്ളാഹു ആകാശ ലോകങ്ങളെ ഹബീബിന് ചുരുട്ടി കൊടുത്തിട്ടുണ്ടായിരിക്കണം. ശാസ്ത്രകാരന്മാർ അബ്ദുദ്ദായിം അൽ കഹീൽ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ചിന്തകനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുതിയ പഠനമുണ്ടായിരുന്നു. ഇന്ന് നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്പീഡുള്ള സാധനം പ്രകാശമാണ്, സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തിന്റെ സ്പീഡ് എത്രയാണ്? സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രഭയെ തന്നെയാണ് സത്യം. അള്ളാഹ് സത്യം ചെയ്യണമെങ്കിൽ ഒരു അത്ഭുതം ഉണ്ടാവൂലേ? നമ്മളൊക്കെ പോകുന്ന വണ്ടിന്റെ സ്പീഡ് എങ്ങനെ? കിലോമീറ്ററിൽ 80 കഴിഞ്ഞാൽ ക്യാമറ അടിക്കും അല്ലെ? ചിലടത്ത് 100 ക്യാമറ അടിക്കും. അത് മണിക്കൂറിൽ 80 സ്പീഡ്. ആ പോക്ക് പോയി 1 മണിക്കൂർ അങ്ങനെ പോയാൽ 80 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റും. അതല്ല അതിന്റെ അർത്ഥം. സൂര്യന്റെ പ്രകാശത്തിന്റെ വേഗത എത്രയാ? 1 സെക്കൻഡിൽ നോക്കിയൊരു സെക്കൻഡ്, അപ്പൊ 2 സെക്കൻഡ് ആവും നോക്കുമ്പോഴേക്കും. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതാണ് സൂര്യപ്രകാശത്തിന്റെ വേഗത. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? 8 മിനിറ്റും 14 സെക്കൻഡും എടുക്കുന്ന. 1 സെക്കൻഡിൽ 3 ലക്ഷം. അപ്പൊ കിലോമീറ്റർ കണക്കൂട്ടാൻ എളുപ്പമാണ്. ഓരോ സെക്കൻഡിലും 3 ലക്ഷം. അപ്പൊ 8 മിനിറ്റ് ആകുമ്പോൾ എത്ര സെക്കൻഡ് ഉണ്ട്? അത് കഴിഞ്ഞ് 14 സെക്കൻഡ് വേറെയും. അതാണ് സൂര്യൻ കിടക്കുന്ന ദൂരം. അത്ര കിലോമീറ്ററാണ്. വലിയ സംഖ്യയാണ്, എനിക്ക് ഓർമ്മല്ല പറഞ്ഞുതരാൻ. ബില്യൺ കണക്കിന് കൊല്ലം കഴിഞ്ഞ് ഭൂമിയിലേക്ക് എത്തുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശങ്ങളുണ്ട്. ആ നക്ഷത്രത്തിന്റെ പ്രകാശം അവിടെ നിന്ന് പോന്നിട്ട് കോടിക്കണക്കിന് കൊല്ലായിട്ടുണ്ടാവും. ആ നക്ഷത്രം ചിലപ്പോൾ കരിഞ്ഞ് ഡാർക്ക് മാറ്ററായി പോയിട്ടുണ്ടാവും. പ്രകാശം ഇപ്പോഴാണ് എത്തുന്നത്, സാധനം അവിടെ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അങ്ങനത്തെ നക്ഷത്രങ്ങളുണ്ടെന്നാണ്. ഇനി മനസ്സിലാക്കണം എന്താണ് മിഅ്റാജ്. മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്ന അത്ഭുതങ്ങളിലെ വലിയൊരു അത്ഭുതം ആകാശത്തേക്കുള്ള യാത്രയാണെങ്കിൽ എന്റെ ഹബീബ് ചെയ്ത യാത്ര പോലത്തെ ഒരു യാത്ര. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും മൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾക്കൊന്നും എൻ്റെ ഹബീബ് ചെയ്ത യാത്ര ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് സമയത്തെ അള്ളാഹു ചുരുക്കി കൊടുത്തു. പിന്നെ എന്തിനാ കുറച്ചു സമയം? അസ്റാ ബിഅബ്ദിഹി ലൈലൻ. എന്തിനായിരുന്നു അത്?
ഹബീബ് തന്നെ ഇടയ്ക്ക് പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒന്നാം ആകാശത്ത് നബിയുല്ലാഹി ആദമു അലൈഹിസ്സലാം ആദം നബിയെ കണ്ടു. 60 ദിറാഅൻ 60 മുഴമായിരുന്നു നീളം ആദം നബിയുടെ ഹൈറ്റ്. 60 മുഴം എന്നൊക്കെ പറഞ്ഞാൽ 4 നില കെട്ടിടത്തിന് എത്ര ഉണ്ടാവും? ആദം നബിയോട് നബി ഞങ്ങൾ സംസാരിച്ചു. ആദം നബി ഇങ്ങനെ വലത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നു, ഇടത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണുനീര് വരുന്നു. ജിബ്രീലേ, ഇതാരാണ്? ഇതങ്ങയുടെ ഉപ്പയാണ്, ആദം അലൈഹിസ്സലാം. എന്താ വലത്തോട്ട് നോക്കി ചിരിക്കുന്നതും ഇടത്തോട്ട് നോക്കി സങ്കടപ്പെടുന്നതും? സ്വന്തം മക്കളിൽ പടച്ചവനില്ല എന്ന നാസ്തികവാദവും നിരീശ്വരവാദവും മതനിരാശവും കൊണ്ടു നടന്ന് ദീനിനെ വലിച്ചെറിഞ്ഞ് നടന്ന തൻ്റെ മക്കളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകാൻ പോകുന്ന കോടിക്കണക്കിന് മക്കളെ കണ്ട് ഇപ്പുറത്തെ ഇടതുഭാഗത്ത് നോക്കി സങ്കടപ്പെടുമ്പോൾ ഈമാൻ സ്വീകരിച്ച നല്ല മക്കളെ നോക്കി വലത്തോട്ട് നോക്കി സന്തോഷിക്കുകയാണ് അങ്ങയുടെ ഉപ്പയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. സമാഉ ത്ഥാനിയ, അവിടെയുണ്ട് ഇബ്നാൽ ഖാല, എളാമ മൂത്തമ്മമാരുടെ 2 മക്കള്, 2 നബിമാർ. ഒന്ന് ജീവിച്ചിരിപ്പുള്ള നബിയാണ്, മരിച്ചിട്ടില്ല ഇതുവരെ, നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. മറ്റേത് യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം. അതും കഴിഞ്ഞ് ഇദ്രീസ് അലൈഹിസ്സലാം, അതും കഴിഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം. അത് കഴിഞ്ഞ് 7ാമത്തെ ആകാശത്തുണ്ട് നബിയുല്ലാഹി ഹബീബായ നബി തങ്ങളുടെ പോലെ രൂപസാദൃശ്യമുണ്ടായിരുന്ന അഷ്ബഹു അഖറബുഹും ഇലൈഹി ശബഹൻ, ഏറ്റവും അടുത്ത് തോന്നുന്ന, തങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ തങ്ങളുടെ ആ സൗന്ദര്യം കിട്ടിയിട്ടില്ല, എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സൗന്ദര്യമുള്ള നബിയുല്ലാഹി വഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ചുറ്റും കുറെ കൊച്ചുമക്കളുണ്ട്. എന്താണിത് ജിബ്രീലേ? ഒരുപാട് പിഞ്ചു പൈതങ്ങളുണ്ടല്ലോ ആ മഹാന്റെ കൂടെ. ഇത് ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹിസ്സലാമാണ്. പിഞ്ചുമക്കൾ ജനിച്ച് ആ മക്കൾ പറക്കമുറ്റും മുമ്പ് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് നഷ്ടമായ ഭൂമിയിൽ നിന്ന് പ്രസവിച്ചിട്ടോ അല്ലെ ദിവസങ്ങളോ മണിക്കൂറുകളോ വർഷങ്ങളോ ആയി പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടുപോയ മക്കളെ അവരുടെ കെയർ ടേക്കറാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മുടെ മക്കള് മരിച്ചു പോകുമ്പോ വേദനയാണ്, ഉമ്മമാർക്കത് സഹിക്കാൻ കഴിയില്ല. നമ്മുടെ പഴയ തലമുറയിൽ പറയൂലേ, എൻ്റെ ഉമ്മ 15 പ്രസവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ 6 കുട്ടികളെ നിന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ മരിച്ചുപോയി. അല്ലെങ്കിൽ ഉമ്മ 15 പ്രസവിച്ചു, 10 പ്രസവിച്ചു, 4 എണ്ണം മരിച്ചുപോയി, 5 പേര് മരിച്ചുപോയി എന്നൊക്കെ പറയൂലേ. ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ നോക്കി വളർത്തുന്നുണ്ട്, അവിടെ അവരെ പരിരക്ഷിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം വരും. നമ്മൾ നമ്മുടെ വീട്ടില് ആ കുട്ടിയെ വളർത്തി വലുതാക്കി ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്ത് നല്ല വസ്ത്രം ധരിപ്പിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ആ മക്കളെ നടത്തുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എന്നാൽ അതിലേറെ വൃത്തിയിലും അവർക്കാവശ്യമുള്ള എല്ലാ സന്തോഷങ്ങളും നൽകി സ്വർഗത്തിലേക്ക് എത്തുന്ന കാലം വരെ ആ മക്കളെ നോക്കി വളർത്തുന്ന ഒരു നബിയുണ്ട്, നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അത് ഓർക്കുമ്പോഴെങ്കിലും മനസ്സുകൾക്ക് സമാധാനപ്പെടാൻ വകയുണ്ട്, അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് പോയെങ്കിൽ എന്താ, അതിലും നല്ല കരങ്ങളിലേക്കാണ് അള്ളാഹു ആ മക്കളെ ഏൽപ്പിക്കുന്നത്. അംബിയായിനെ കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. അങ്ങനെ ഇത് സിദറ എന്ന് പറയുന്ന ആകാശ ലോകത്തിലെ ഒരു വൃക്ഷമുണ്ട്, സിദറ വൃക്ഷം. അതിന് സിദർ എന്ന് പറയും, അല്ലെങ്കിൽ അർസ്, ഷജറത്തുൽ അർസ്. അർസ് എന്ന് പറയുന്നത് ഒരു വലിയ മരമാണ്. നമ്മൾ അർസ് എന്ന് പറയുമ്പോൾ നമ്മൾ അരിയാന്ന് വിചാരിക്കും. ഷജറത്തുൽ അർസ് ലബനോനിലൊക്കെ കാണുന്ന, ഹദീസിലൊക്കെ വന്നിട്ടുള്ള വാക്ക ഷജറത്തുൽ അർസ്. ഒരു വലിയ വടാവൃക്ഷമാണ്. സിദ്റത്തുൽ മുൻതഹ ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, അലങ്കൃതമായി നിൽക്കുകയാണ്. ഇതൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്ന് ചിലർ പറയും. അത് നബി സ്വപ്നം കണ്ടതാവൂലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിനോട് സംസാരിച്ചു എന്ന് വിചാരിക്കുക. അയാൾ ഫോണിൽ സംസാരിക്കുമ്പോ ഡൽഹി തലസ്ഥാനത്ത് പോലീസുകാരൊക്കെ റോഡിൽ ഇറങ്ങി നിൽക്കുവോ?
പട്ടാളങ്ങള് വരി വരിയായി നിൽക്കുവോ? അലങ്കൃതമായി റോഡുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി നിർത്തുവോ? എന്തേ പ്രസിഡന്റ് വരുന്നുണ്ടെന്നാണ് അവന് പറയാ. പ്രസിഡന്റ് ഫോണിലല്ലേ സംസാരിക്കണേ, എന്തിനാ റോഡിൽ നന്നാക്കേണ്ട ആവശ്യം എന്താ? അവിടെ തോരണങ്ങൾ വെക്കേണ്ട കാര്യമുണ്ടോ? പുണ്യനബി വന്നത് അവിടുത്തെ ജസദോടുകൂടെയാണ്. ഇത് സിദറാവൃക്ഷത്തെ അള്ളാഹു അലങ്കരിച്ചു. എന്തിന്? ഇത് വരുന്നത് ഉടലോടെ വരുന്ന, ജസദോടെ വരുന്നൊരു വരവാണ്. റൂഹിയായ വരവാണെങ്കിൽ അവിടെ സിദറയെ അലങ്കരിക്കേണ്ട കാര്യമില്ല. ഹബീബിന് വേണ്ടി അലങ്കരിച്ചതാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു പിന്നെ അബിദിനെയല്ലേ കൊണ്ടുപോയത് പുണ്യനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അള്ളാഹ്ക്ക് എന്ത് പ്രയാസം! അത് പറയാൻ ആദ്യം തുടങ്ങിയത് സുബ്ഹാന. ഇനി പറയാനുള്ള വിഷയം അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ അളവുകോല് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ അളവുകോല് വെച്ചിട്ടല്ല. അതാണ് മിഅ്റാജ്. മക്കയിൽ 12ഓളം മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വന്നവർ. ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, നിങ്ങൾക്ക് പോകാം. അവർ പോയി, ഇസ്ലാം എന്ന് പുറത്തുപോയി. അബൂലഹബിന്റെ മകനുണ്ടായിരുന്നു ഉസൈബ. സൂറത്തുൻ നജ്ം ഇറങ്ങിയപ്പോ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പോയ ആളാ. പക്ഷേ അബൂലഹബിന്റെ മകൻ ഉത്ബയുണ്ട്. ഉത്ബ മുസ്ലിമാണ്, ഉത്ബത്ത് ഇബ്നു അബീ ലഹബ്. പക്ഷെ ഉതൈബയുണ്ട്, അൽ കാഫിറായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് പിഴവുണ്ടെങ്കിൽ ഉസ്താദ് തിരുത്തി തരണം. നബി തങ്ങളുടെ മോളെ കല്യാണം കഴിച്ചിരുന്ന ആളായിരുന്നു ഉതൈബ. സൈനബ് ബീവിയാണെന്ന, അല്ല റുഖയ്യ ബീവിയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നബി തങ്ങളുടെ മുഖത്തേക്ക് തുപ്പുകയും അല്ലാഹുമ്മ സല്ലിതു അലൈഹി കൽബൻ മിൻ കിലാബിക് എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുകയും സിറിയയിലേക്കുള്ള യാത്രയിൽ ഒരു സിംഹം കടിച്ചുകൊണ്ട് കൊല്ലപ്പെടുകയും ചെയ്ത അബൂലഹബിന്റെ ഒരു മകനുണ്ട് ഉതൈബ. ഉത്ബത്ത് ഇബ്നു അബീ ലഹബ് സ്വഹാബിയാണ് എന്നാണ് റളിയല്ലാഹു അൻഹു. നജ്മ്, സൂറത്തു നജ്മ് മിഅ്റാജാ പറയാ. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വമാ ജഅൽന റുയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, അങ്ങേക്ക് കാണിച്ചു തന്ന ഈ കാഴ്ച അത് ജനങ്ങൾക്ക് പരീക്ഷണമാണ് നബിയെ. അത് സ്വപ്നമായിരുന്നുവെങ്കിൽ എന്ത് പരീക്ഷണം? സ്വപ്നാർക്ക് എന്തും കണ്ടൂടെ? സ്വപ്നം എന്തും കണ്ടൂടെ? നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കണ്ണു ചിമ്മിയാ ട്രംപിന്റെ ആ ഒരു ഫസ്റ്റ് മൂപ്പരുടെ അധികാരത്തിലേക്ക് വരുന്ന ആ സ്പീച്ച് കാണാൻ വേണ്ടി ഞാൻ വാഷിങ്ടൺ DC ഉണ്ടായിരുന്നു എന്നൊരാൾ സ്വപ്നം കണ്ടു. ഇപ്പം എന്താ പാരം ചോദിക്കുക, ടിക്കറ്റ് എടുത്തിരുന്ന യൂസഫ് വിസന്റെ ചങ്ങായി എവിടുന്നേ പറയണത് ചോദിക്കോ? ഇല്ല, സ്വപ്നത്തിലല്ലേ പോണത്, എവിടെ പോയിട്ട് വന്നാലെന്താ? അതൊരു ഫിത്നയാകുമോ? പരീക്ഷണമാണോ? ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും വിശ്വസിക്കാൻ? ഇല്ല. അപ്പൊ ഇവിടെ പറഞ്ഞ റുഅയത്തുൽ ഐൻ അത് ഖുർആനിന്റെ ഹിക്മത്തുകളിൽ പെട്ടതാണ്, ഖുർആനിന്റെ ബലാഗയിൽപ്പെട്ടതാണത്. റുഅയ എന്ന് മാ ജഅൽന റുഅയല്ലതി അറൈനാക, അങ്ങയെ കാണിച്ചു തന്ന റുഅയ അത് റുഅയത്തുൽ ഐനാണ്. അതാണ് ഫിത്നയായത്. ഞാൻ എൻ്റെ ഉടലോടെ ശരീരത്തോടെ അള്ളാഹു നിശ്ചയിച്ച ഈ ലോകത്തേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്നു എന്ന് ആ ലോകത്തിന്റെ ദൂരങ്ങളെ അള്ളാഹു ചുരുക്കിക്കൊടുത്ത് ഹബീബിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ച ബുറാഖിന്റെ മുകളിൽ സിദ്റത്തുൽ മുൻതഹ വരെ പോവുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റക്ക് യാത്ര പോയി അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചു. റബ്ബ് തആലയെ നബി തങ്ങൾ കണ്ടോ ഇല്ലയോ എന്നത് ചർച്ചയാണ്. നബി തങ്ങളുടെ ഖൽബിന്റെ കണ്ണുകൊണ്ട് ഹബീബായ നബി തങ്ങൾ കണ്ടിരിക്കണം എന്ന് വിശ്വസിച്ചു ഒരുപാട് പേർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, കണ്ണുകളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നവനല്ലേ അല്ലാഹു. അങ്ങനെയാണെങ്കിൽ കാണാത്തതിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ലത്തീഫും ഖബീറുമല്ലേ അല്ലാഹു. പുണ്യ റസൂലിനെ അങ്ങനെ ഒരു യാത്രക്ക് കൊണ്ടുപോയ റബ്ബ് ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽ അൽ കുബ്റാ ഐ അൽ ആയത്തുൽ കുബ്റാ, ദൃഷ്ടാന്തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞതിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തവും എൻ്റെ റസൂൽ കണ്ടിട്ടുണ്ട് എന്നാണ് ആയത്തിന്റെ അർത്ഥമെങ്കിൽ ആ ഏറ്റവും വലിയ ദൃഷ്ടാന്തം അല്ലാഹുവിനെ കാണലാണ്. എങ്ങനെ? വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെയെന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. റആ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു മറത്തൈൻ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആയിഷ ബീവിയെ ചോദ്യം ചെയ്തു, എങ്ങനെ കാണാനാണ്? നൂറുൻ അന്നാ അറാഹ് എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. എന്നാൽ ആ കൈഫ് എങ്ങനെയാണെന്നറിയില്ലെങ്കിലും അല്ലാഹു ജല്ല ജലാലുവിന്റെ ആ സംവിധാനത്തിൽ ഹബീബായ നബി തങ്ങൾക്ക് റുഅയത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് തെളിവുണ്ട്. ആയിഷ ബീവി പറഞ്ഞ ആ വാക്കല്ലാതെ ഹബീബിന്റെ വാക്കുകൾ ഇബ്നു അബ്ബാസ് തങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഏതായിരുന്നാലും ആ പരിശുദ്ധമായൊരു മഖാമിലേക്ക് പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന 600 ചിറകുകളുള്ള മലക്ക് ഹബീബിനോട് പറയാൻ, ദഅനി തഖദ്ദം. സയ്യിദി മഖ്ദൂം തങ്ങളുടെ വരികൾ എങ്ങനെയാ? حتى لبحر النور جبريل وقف في شطه غربا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ബഹറുന്നൂർ എന്ന് പറയുന്ന പ്രകാശത്തിന്റെ മഹാസമുദ്രം, 7 ആകാശങ്ങൾക്കുമീതെ. ആ ബഹറുന്നൂർ എത്തിയപ്പോ സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് പറയുന്നു, ദഅനി, എന്നെ വിട്ടേക്കൂ നബിയേ, തഖദ്ദം, അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ നബിയേ, ലാ തഖഫ്, അങ്ങ് പേടിക്കരുത്, അബ്ശിർ, സന്തോഷിച്ചോളൂ, തുനാജി റബ്ബകൽ ഖയ്യൂമ, സർവേശ്വരനായ അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്ന യാത്രയാണിത്. അങ്ങ് പോകുന്ന ആ സ്ഥാനത്തേക്ക് വരാൻ എനിക്ക് അധികാരമില്ല നബിയെ, എനിക്ക് പെർമിഷൻ ഇല്ല. ഞാനെങ്ങാനും ബഹറുന്നൂറിന്റെ പരിധി എങ്ങാനും മുറിച്ചു കടന്നാൽ എന്റെ പ്രകാശത്തിന്റെ ചിറകുകൾ മുഴുവനും കരിഞ്ഞു പോകും നബിയെ, അതുകൊണ്ട് അങ്ങൊറ്റയ്ക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അധികാരമില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് ഹബീബ് കടന്നു പോകുമ്പോൾ മലക്കുകളുടെ ലോകത്തെക്കാളും മുന്നിലാണ് റസൂലുള്ളാഹ്. ഭൂമിയിലെ 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർക്ക് മസ്ജിദുൽ അഖ്സയിലെ നിസ്കാരത്തിന്റെ മുമ്പിൽ നിന്ന് നബി തങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ പ്രവാചകന്മാരെക്കാളും ഏറ്റവും സ്ഥാനമുള്ളവരാണ് നബി തങ്ങൾ എന്ന് മനസ്സിലായ പോലെ ആകാശലോകം മലക്കുകളുടെ ലോകമാണ്. فوالله ما فيها موضع 4 أصابع إلا وفيها ملك راكع أو ساجد أطت السماء وحق لها أن تئطا. ആകാശലോകങ്ങൾ മലക്കുകളാൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലോകങ്ങളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പോലും വരാൻ ഇനി പെർമിഷൻ ഇല്ല നബിയെ, അങ്ങ് പോയേക്കണം എന്ന് പറയുമ്പോ മാലാഖമാരുടെ ലോകത്തും നബി തങ്ങൾ തന്നെയാണ് മുമ്പിൽ എന്ന് അല്ലാഹു പഠിപ്പിക്കുകയല്ലയോ? ആ റസൂലിനെ എങ്ങനെയാണ് സാധാരണ ഒരു മനുഷ്യനെന്നോ ശിപ്പായി എന്നോ പറഞ്ഞുകൊണ്ട് ഹബീബിന്റെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്തുന്നത് ഒരു മുസ്ലിമിന് പാടുണ്ടോ? ആരാണ് റസൂലുള്ളാഹ്? എൻ്റെ ഹബീബിനെ ഞാൻ ആഗ്രഹിച്ചിടത്തേക്ക് ഞാൻ കൊണ്ടുപോയി, ഞാൻ നിർണയിക്കുന്ന സ്പീഡിൽ, ഞാൻ നിർണയിച്ച വാഹനത്തിൽ എൻ്റെ സ്വഹിബായ, എൻ്റെ മലക്കും മുഖറബും റൂഹുൽ അമീനുമായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സുഹ്ബത്തിൽ, എന്നിട്ട് മാലാഖമാർക്ക് നൽകുന്ന പവറിനേക്കാളും വലിയൊരു പവർ നൽകിയിട്ട് ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിൻ്റെ ഹളറത്തിൽ പോയി ഇരുന്നതാണ് മിഅ്റാജ്. रहे एक गाम है हिम्मत के लिए अर्शे बरीन, रहे एक गाम है हिम्मत के लिए अर्शे बरीन, कह रही है ये मुसलमान से मिअराज की रात. മിഅ്റാജിന്റെ രാവ് പറയുന്ന ഒരു രഹസ്യമുണ്ട്. അല്ലാഹുവിനെ പ്രാപിക്കണമെന്ന് പൂതിയുള്ളവർ, അല്ലാഹുവിന്റെ സന്നിധാനം ചെന്ന് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വസയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരിടനിലക്കാരനില്ലാതെ, ഒരു തർജുമക്കാരനില്ലാതെ, ഒരു മുബല്ലിഗില്ലാതെ നിങ്ങൾ ഓരോരുത്തരും, അല്ലാഹു നിങ്ങളോട് ഓരോരുത്തരോടും, ഓരോ ആണിനോടും പെണ്ണിനോടും
സംസാരിക്കുക തന്നെ ചെയ്യും. ഫഅഇദ്ദൂ ലഹു ജവാബ, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുവെച്ചോളൂ കേട്ടോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആ ഒരു മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, ആ മനുഷ്യനെ കാണാൻ അല്ലാഹുക്കും മഹബ്ബത്തുണ്ടാകും. വമൻ കരിഹ ലിഖാ അല്ലാഹ്, ചെയ്തു പോയ പാപങ്ങളുടെ പാപഭാരങ്ങളാൽ നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് എനിക്ക് വെറുപ്പാണ് എന്ന് ചിന്തിക്കുന്നവർ കരിഹല്ലാഹു ലിഖാഅഹു, അവരെ കാണുന്നത് അല്ലാഹുവിനും വെറുപ്പായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നമ്മുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു വഴി. പേടിക്കുന്നത് അല്ലാഹുവിനെയാണ്, മഹബ്ബത്ത് വെക്കുന്നതും അല്ലാഹുവിനെ തന്നെയാണ്. തെറ്റുകൾ ചെയ്തു പോയാൽ അല്ലാഹുവിലേക്കല്ലാതെ എങ്ങോട്ടാണ് നമുക്ക് ഓടാനുള്ളത്? അതുകൊണ്ട് ഇലല്ലാഹി മഅവാനാ വ ഇലല്ലാഹി മതാബുനാ, അല്ലാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക. മിഅ്റാജ് പോലെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിരുന്ന കാര്യങ്ങൾ പറയുന്നതാണ് നമ്മുടെ നിസ്കാരം. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് അത്രേ നിസ്കാരം എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ പറയുമായിരുന്നു, ലൈസ ലിർറജുലി മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അസ്സലാമു അലൈക്കും എന്ന് മുഖം തിരിക്കുന്നത് വരെ അല്ലാഹു നിങ്ങളിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ സലാം പറഞ്ഞ് മുഖം തിരിക്കുമ്പോഴേ അല്ലാഹു നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലാണ് എന്ന ബോധം ആ നിസ്കാരത്തിൽ എത്ര സെക്കൻഡുകളാണോ നിങ്ങളുടെ മനസ്സിൽ വന്നത്, തക്ബീർ ചൊല്ലി ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഇമാമ് സലാം വീട്ടുന്നതിന്റെ മുമ്പിൽ അതിനിടയിൽ എത്ര സെക്കൻഡുകളാണോ മിനിറ്റുകളാണോ നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തത്, ആ ഓർത്തതേ നിസ്കാരത്തിൽ കൂലി കിട്ടുന്ന ഭാഗമുള്ളൂ. വയശീബുൽ മർഉ ഫിൽ ഇസ്ലാമി വലം തുഖ്ബൽ ലഹു സ്വലാ, ചെറുപ്പം മുതൽ നിസ്കാരം തുടങ്ങി നരബാധിച്ച് വയസ്സാകുന്നവരെ നിസ്കരിച്ചിട്ടും ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാവുന്നതായിട്ട് ബാക്കിയില്ലാത്ത എത്രയോ ആളുകളുണ്ടാകും മനുഷ്യരിൽ, മുസ്ലിമീങ്ങളിലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നത് നമ്മളെ നിരാശപ്പെടുത്താനല്ല. അള്ളാന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അത്തഹിയാതു ലില്ലാഹി വസ്സലവാതു വത്വയ്യിബാത്ത് എന്ന പുണ്യനബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ അത്തഹിയാത്തിൽ പറയുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബിയേ എൻ്റെ രക്ഷ അങ്ങയുടെ മേൽ വർഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എനിക്കത് മതി എന്ന് മാത്രം പറയാതെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സജ്ജനങ്ങളായ ആളുകൾക്ക് മുഴുവനും റബ്ബേ നീ രക്ഷ കൊടുക്കണേ എന്ന് ഹബീബിന്റെ ഉമ്മത്തികളിലെ സ്വാലിഹീങ്ങളെ കുറിച്ച് നബി തങ്ങൾ ഓർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. യൗമ യദ്ഉ ആദമുൻ വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. ഓരോ നബിമാരും വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ശരീരമേ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഖലീലുള്ളാഹി തങ്ങളടക്കമുള്ള നബിമാർ പേടിച്ചു നിൽക്കുമ്പോഴാണ് ഉമ്മത്തി, എൻ്റെ സമുദായം റബ്ബേ, എന്നിൽ വിശ്വസിച്ച ആളുകളുടെ കാര്യം റബ്ബേ, ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. ആ ഹബീബിനോട് നമ്മൾ എത്ര സലാം പറഞ്ഞാലും ഹബീബിന്റെ മേൽ എത്ര സ്വലാത്ത് ചൊല്ലിയാലും അവിടുന്ന് നമ്മോട് കാണിക്കുന്ന ഇഹ്സാനിന്റെ 10,000-ലൊരംശം ചെയ്യാൻ നമ്മളെ കൊണ്ടാകുമോ? അതുകൊണ്ട് മുഅ്മിനേ, അല്ലാഹുവിന്റെ മുമ്പിലുള്ള നിസ്കാരം അത് നമ്മുടെ മിഅ്റാജാണെന്ന് ഓർക്കണേ. അള്ളാന്റെ ഹബീബ് നമ്മളെക്കുറിച്ച് ഓർത്തൊരു രംഗമാണ് നമ്മൾ അത്തഹിയാത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആകാശലോകങ്ങളിലേക്ക് ഹബീബിനെ കൊണ്ടുപോയ അല്ലാഹു, പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന് പടച്ച അല്ലാഹു, ഒരു മോഡലോ ഒരു രൂപമോ ആരും ചെയ്തു വെച്ചത് കാണാതെ
ആരുടെയും ഒരു മോഡൽ കോപ്പിയടിക്കാതെ ഇല്ലായ്മയിൽ നിന്നും ഉണ്മയിലേക്ക് എന്നെയും നിങ്ങളെയും മാത്രമല്ല കോടിക്കണക്കിന് ജീവജാലങ്ങളെ, മരിച്ചുപോയവരെ, വരാനിരിക്കുന്നവരെ, മണൽത്തരികളെ, സസ്യലതാദികളെ, ജന്തുജാലങ്ങളെ, പറവകളെ, കാടുകളെ, സമുദ്രങ്ങളെ എല്ലാം പടച്ച, താരസമൂഹങ്ങളെ പടച്ച അല്ലാഹു ആ റബ്ബ് തആലയെ നേരിട്ട് കാണണം എന്നൊരു കൊതി മനസ്സിലുണ്ടാവട്ടെ. ആ മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ വേണം കേട്ടോ. അഹിബ്ബുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്നേഹിക്കണേ. അല്ലാഹനെ പറ്റി അവനെന്നോ ഈയെന്നോ നീയെന്നോ ഇജ്ജെന്നോ ഒക്കെ പറയുമ്പോ നമ്മുടെ ഖാലിഖായ റബ്ബിനെ ഉദ്ദേശിച്ചാണത് പറയുന്നത്. മനസ്സുകൊണ്ട് ഓർക്കണം. ബഹുമാനങ്ങളിൽ ഏറ്റവും വലിയ ബഹുമാനത്തോടെയല്ലാതെ അള്ളാഹുവിനെ പറ്റി പറയാൻ പാടുണ്ടോ? ഹബീബിനെ പറ്റി പറയാൻ പാടുണ്ടോ? നമ്മുടെ ഭാഷയുടെ പരിമിതികളാവാം, പഠിച്ചു പോന്ന വാക്ക് അങ്ങനെ ആയിപ്പോയത് കൊണ്ടാകാം. പക്ഷേ ഇസ്രാഉം മിഅ്റാജും നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കണം, സുബ്ഹാന, നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂനതയും ഒന്നുമേ ഇല്ലാത്ത, നഖ്സിന്റെ ഒരു സിഫാത്തുകളും ഇല്ലാത്ത, ഖമാലിന്റെയും ജമാലിന്റെയും സിഫാത്തുകൾ മാത്രമുള്ള അല്ലാഹു ജല്ല ജലാലുവാണ് നമ്മുടെ ഖാലിഖ്, അല്ലേ? ആ റബ്ബ് തആലയെ, റബ്ബിന്റെ ഖുദ്റത്തിനെ വെച്ച് നമ്മൾ മനസ്സിലാക്കണം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കത്തുന്ന തീയിലേക്ക് വീണപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഒരു രോമം പോലും കരിയാതെ പുറത്തെടുത്തവനാണ് അല്ലാഹു. ഒഴുകുന്ന സമുദ്രത്തെ, തിരമാലകളുള്ള സമുദ്രത്തെ, ചെങ്കടലിന്റെ അഖബ, സുയസ് ഉൾക്കടലിന്റെ ഭാഗങ്ങളെ മുസനബിക്ക് വേണ്ടി മാറ്റി നിർത്തി കൊടുത്തവനാണ് അല്ലാഹു ജല്ല ജലാലു. മത്സ്യത്തിന്റെ വയറ്റിൽ, ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ 40 ദിവസത്തോളം ഒരു പോർലും നിൽക്കാതെ ജീവനോട് അള്ളാന്റെ അബ്ദായ യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാമിനെ ജീവിപ്പിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഭൂമിയിൽ നിന്ന് 33 വർഷം ഇവിടെ ജീവിച്ച് ആകാശ ലോകത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു ഈസ നബി അലൈഹിസ്സലാമിനെ. ഖിയാമത്ത് നാളിന് മുമ്പ് തിരിച്ചു വരും. പക്ഷേ ഈസ നബിയുടെ വയസ്സ് 33 ആയിരിക്കും ഭൂമിയിലേക്ക് വരുമ്പോ. അത് സ്വർഗത്തിലെ വിശ്വാസികളുടെ വയസ്സാണ്. ഇനിയൊരു 40 കൊല്ലം കൂടെ ഭൂമിയിൽ ജീവിച്ചിട്ട് 73-ാമത്തെ വയസ്സിൽ വഫാത്താകുന്ന നബിയായിരിക്കും നബിയുല്ലാഹി വറൂഹുഹു വകലിമതുഹു ഇബ്നു മറിയം അലൈഹിസ്സലാം, മഹാനായ പ്രവാചകൻ ഈസ നബി. ഇതൊക്കെ ചെയ്യാൻ അല്ലാഹുവിന് കഴിയും. എന്തുകൊണ്ട്? സുബ്ഹാന. അല്ലാഹുവിന്റെ കഴിവിനെ നമ്മളെ കൊണ്ട് അളക്കാൻ പറ്റൂല. അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോടുള്ള വിധേയത്വം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അബ്ദിനെ കൊണ്ടുപോയി ഒരു മനുഷ്യൻ അടിമയാകുന്നത് നമുക്ക് വെറുപ്പാണ്. അതുകൊണ്ട് അബ്ദ് എന്ന പ്രയോഗം, അടിമ എന്ന പ്രയോഗം മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത പ്രയോഗമാണ്. എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ ഒരു മനുഷ്യന്റെ അടിമയാണെങ്കിൽ നമ്മുടെ മുഴുവൻ ഉപകാരവും അയാൾ എടുക്കുകയും അയാൾ ഉപദ്രവിക്കുകയും ചെയ്യും നമ്മളെ. നമ്മൾ അള്ളാന്റെ അടിമയാണെങ്കിൽ നമുക്ക് തരാനും നമ്മൾ അർഹിക്കുന്നതിലും വലിയ നന്മ ഇങ്ങോട്ട് തരുന്ന, നമ്മുടെ അധ്വാനത്തിന് നമുക്ക് തന്നെ കൂലി തരുന്നവനാണ് അള്ളാഹു. മനുഷ്യന്റെ അടിമത്വം അങ്ങനെയല്ല. മനുഷ്യന്റെ അടിമത്വം നിസ്സാരതയാണ്. അള്ളാഹുവിന്റെ അടിമത്വം ഇസ്സത്താണ്. വമിമ്മാ സാദനി ഇസ്സൻ വശറഫാ وكدت بأخمصي أطأ الثريا دخولي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. നമുക്കൊക്കെ സന്തോഷിക്കാൻ രണ്ട് വകയുണ്ട്. സമ്പത്തില്ലെങ്കിൽ എന്താ, വീട് വെച്ചിട്ടില്ലെങ്കിൽ എന്താ, കടം കൊണ്ട് കുടുങ്ങി കഴിയുകയാണെങ്കിൽ എന്താ, രോഗിയായി കിടക്കുകയാണെങ്കിൽ എന്താ. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണല്ലോ റബ്ബേ. നിന്റെ റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ റസൂലാണല്ലോ. ഇത് രണ്ടുമുണ്ടെങ്കിൽ റബ്ബേ, ഞാൻ ഭൂമിയിലല്ല, ഞാൻ സുറയ്യ നക്ഷത്രത്തിലാണ്. നമുക്ക് അഭിമാനിക്കാൻ ഇത് രണ്ടും പോരെ. എന്റെ റബ്ബ് അല്ലാഹുവാണ്. MLA-യുടെ, MP-യുടെ, ഒരു മന്ത്രിയുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക്, അവരുടെ പരിചയക്കാർക്ക് എന്ത് ഇസ്സത്താ അവര് പറയാ. എന്റെ കൂടെ മന്ത്രിയുണ്ട്, ഇപ്പൊ വിളിച്ചാ മന്ത്രി എടുക്കും. നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അതിലേറെ അഭിമാനം തോന്നണ്ടയോ? നമ്മൾ ഹബീബിന്റെ ഉമ്മത്തികളാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇസ്സത്ത് തോന്നേണ്ടയോ? അതുകൊണ്ട് ഇത് ഇസ്സത്തിന്റെ അനുഭവമാണ്. ഇസ്ലാം ആവേശം മാത്രമല്ല, അത് അനുഭവമാണ്, സന്തോഷിക്കാനുള്ള വിഭവമാണ്.